ഗുഡ് ഈവനിങ് ഓൾ. PHF മെഡിഗുരു PSC 100 2027 10ാമത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് സർജറി. നമ്മളുടെ ഇന്നത്തെ ഫാക്കൽറ്റി ഡോക്ടർ ജിഷ KK. മാഡം ഇന്ന് കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജ് നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം 2026 മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നു. മാഡത്തെ ഈ ഒരു സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവർക്ക് എല്ലാവർക്കും വിജയം ആശംസിക്കുകയും ചെയ്യുന്നു. മാഡം സ്റ്റാർട്ട് ചെയ്യാം. Thank you. Good evening all. നമ്മൾ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി എടുത്തപ്പോൾ കണ്ടിരുന്നു. പ്രൊഡക്ഷൻ തന്നെ പറയാനുള്ളൂ. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് PM-ന്റെ കുറച്ചൊരു ക്ലാസ് കിട്ടിയല്ലോ അല്ലെ, കുറച്ച് സെക്ഷൻസ് കിട്ടി. ഇപ്പൊ നമ്മൾ മെയിൻലി നോക്കുന്നത് ഇൻഫെക്ഷൻസ്, റൊമറ്റോളജി, നെഫ്രോളജി, GI-T ആൻഡ് ന്യൂട്രീഷൻ. മെഡിസിൻ 3 പോർഷൻസിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് എന്തായാലും പ്രോപ്പർ ക്ലാസ് തുടങ്ങുമ്പോൾ കിട്ടും. നമുക്ക് ഓറിയന്റേഷൻ പറഞ്ഞാൽ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഞാൻ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. All are true about pyrexia of unknown origin except infections 30%, malignancy 20%, resolves spontaneously 40%, and connective tissue disorder 15%. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആരും എക്സ്പെക്ട് ചെയ്യില്ലല്ലേ ശരിക്കും. എന്നൊരു PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ബുക്കിൽ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മെൻഷൻ ചെയ്യുന്നത് എത്ര പെർസെന്റേജ് ആണെന്നുള്ളത്. ഈ പോർഷൻസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണല്ലോ, അന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം അറിയുന്നവരാരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യോ? This was spontaneously 40. C. Okay. Yes. Correct answer is option C ആണ്. അപ്പം ഇതിന്റെ പ്രോസസ് ഇൻഫെക്ഷൻസ് മെയിൻലി 30% ആണ്, മാലിഗ്നൻസി 20% ആണ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ഓൾമോസ്റ്റ് 15% ഓഫ് ദി പൈറക്സിയ ഓഫ് അൺനോൺ ഒറിജിന്റെ കോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ റിസോൾവ് സ്പോണ്ടേനിയസ്ലി 40% ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഫീവർ ഓഫ് അൺനോൺ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ മോർ ദാൻ 38.3 degrees Celsius or 101 degree Fahrenheit. That's failure to get a diagnosis after 3 days of inpatient investigations or 3 outpatient visits should qualify for the term fever of unknown origin. ടെമ്പറേച്ചർ മോർ ദാൻ എന്തായിരിക്കണം? 38.3 degrees Celsius ആയിരിക്കണം. ഓൾമോസ്റ്റ് ഒന്ന് 3 days ആഫ്റ്റർ ദി ഇൻപേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ 3 ഔട്ട്പേഷ്യന്റ് വിസിറ്റിന് ശേഷവും നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അതിനെ നമ്മൾ എന്താ ഫീവർ ഓഫ് അൺനോൺ ഒറിജിനിൽ ഉൾപ്പെടുത്തുന്നത്. അതിന്റെ മെയിൻലി പറഞ്ഞല്ലേ, ഇൻഫെക്ഷൻ മെയിൻലി 30 to 50% ആണ് പറയുന്നത്, മാലിഗ്നൻസി 20% ആണ്, കണക്റ്റീവ് ടിഷ്യൂ 15%, മിസലേനിയസ് 20%, അൺഡയഗ്നോസ്ഡ് ആയിട്ട് 15% വരുന്നു. ഇത് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ് മെയിൻലി വരുന്നത്? ഒക്കൾട്ട് ട്യൂബർകുലോസിസ്, മെയിൻലി എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. ലിംഫ് നോഡും സ്പൈൻ TB ഇതൊക്കെയാണ് ഒക്കൾട്ട് ട്യൂബർകുലോസിസ്. അതിന് മെയിൻലി ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഒരു ഫീവർ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. പ്രോപ്പർ സിംറ്റംസ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഇൻട്രാഅബ്ഡോമിനൽ ഇൻഫെക്ഷൻസ് വരാം, അതർ ഇൻഫെക്ഷൻസിലൊക്കെ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, പിസെല്ലോസിസ് ഒക്കെ വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് മെയിൻലി ഇൻഫെക്ഷസ് മോണോന്യൂക്ലിയോസിസ് ആൻഡ് സൈറ്റോമെഗാലോ വൈറസ്. ഫംഗൽ ഇൻഫെക്ഷൻസിന് മെയിൻലി ഹിസ്റ്റോപ്ലാസ്മോസിസ് ആൻഡ് ക്രിപ്റ്റോകോക്കോസിസ് ഒക്കെയാണ് വരുന്നത്. മാലിഗ്നൻസി മെയിൻലി അതൊക്കെയാണ് ലുക്കീമിയാസ്, അത് മെയിൻലി ലുക്കീമിയാസ്, ലിംഫോമാസ് ആൻഡ് മൾട്ടിപ്പിൾ മയലോമ. ഇതൊക്കെ ഒരു 3 weeks 3 വിസിറ്റേഷൻ ഫീവർ റിമെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോളിഡ് ട്യൂമേഴ്സ് ലൈക്ക് റീനൽ സെൽ കാർസിനോമ, liver, colon, stomach, etc. Then connective tissue disorder like SLE, RA, rheumatic fever, vagus, granulomatosis, etc. Miscellaneous mainly inflammatory bowel disease like Crohn's and
ulcerative colitis, inflammatory bowel disease, then liver cirrhosis, granulomatous hepatitis, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അൺഡയഗ്നോസ്ഡ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 15% കേസസും അൺഡയഗ്നോസ്ഡും ആയിരിക്കും. ഇതാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Most common cause of travelers diarrhea are all except. ഏതാണ്? Most common cause of travelers diarrhea are all except. Enterotoxic E. coli ആണോ, Campylobacter jejuni ആണോ, Salmonella species ആണോ, Bacillus cereus ആണോ? Bacillus. എന്താ? Option D. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ഡി. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഇനി ഏതെങ്കിലും? അപ്പം ഏത് കോസ് അല്ല, മീൻസ് കോമൺ കോസ് അല്ലാത്തത് ഏതാണെന്നല്ലേ ചോദിച്ചത്? ഓപ്ഷൻ ഡി ബാസിലസ് സീരിയസ് ആണ് കേട്ടോ അതിന്റെ ആൻസർ. ബാക്കിയെല്ലാം എന്താണ്? ട്രാവലേഴ്സ് ഡയറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. എൻട്രോടോക്സിക് ഈക്കോളി ആണ്, കാമ്പൈലോബാക്ടർ ജെജുനെ, സാൽമോണല്ല സ്പീഷീസ്, ഇതെല്ലാം ട്രാവലേഴ്സ് ഡയറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. നമുക്ക് നോക്കുമ്പോൾ ട്രാവലേഴ്സ് ഡയറിയന്റെ കോസസ് മെയിൻലി 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബാക്ടീരിയൽ കോസ് വഴി വരാം, വൈറൽ കോസസ് ആവാം, പാരസൈറ്റിക് കോസസ് ആവാം. അതിൽ മെയിൻലി ബാക്ടീരിയൽ കോസിൽ വരുന്നതാണ് ഇക്കോളി. ഇക്കോളിയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. ഇക്കോളിയിൽ തന്നെ 2 വെറൈറ്റീസ് ആണ് ബാക്ടീരിയൽ ട്രാവലേഴ്സ് ഡയറിയ കോസ് ചെയ്യുന്നത്. ഒന്ന് എൻട്രോടോക്സിക്കും രണ്ടെണ്ണം. ദെൻ കാമ്പൈലോബാക്ടർ ജെജുനെ കോമൺ, എസ്പെഷ്യലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് അത് കോമൺ ആയിട്ട് കാണുന്നത്. ദെൻ ഷിജല്ല സ്പീഷീസ് ഉണ്ട്, സാൽമോണല്ല സ്പീഷീസ്. ഇത് 4 ആണ് ബാക്ടീരിയൽ കോസസ്. ഇക്കോളെ, കാമ്പൈലോബാക്ടർ ജെജുനെ, ഷിജല്ല ആൻഡ് സാൽമോണല്ല സ്പീഷീസ്. ഇനി വൈറൽ കോസസിലേക്ക് മെയിൻ നോക്കുമ്പോൾ നോറോ വൈറസും റൊട്ട വൈറസും ആണ് വൈറൽ കോസസ് ഓഫ് ട്രാവലേഴ്സ് ഡയറിയ. ദെൻ പാരസൈറ്റിലേക്ക് വരുമ്പോഴേക്ക് എന്താണ്? ജിയാഡിയാണ്. ജിയാഡിയ ഇൻഡസ്റ്റൈനാലിസ് ഓർ ലാംബ്ലിയ. പക്ഷെ ഇത് രണ്ടും സെയിം സ്പീഷീസ് ആണ്. അതിന് സയന്റിഫിക് നെയിമാണ് ജിയാഡിയ ഇൻഡസ്റ്റൈനാലിസ് ആണ്. നമ്മൾ ലാംബ്ലിയ എന്നാണ് കോമൺ ആയിട്ട് പറയുന്നതാണ്. ഫ്രീക്വന്റ് കോസസ് ഇൻ എൻഡമിക് ഏരിയ ജിയാഡിയ. പാരസൈറ്റ് ജിയാഡിയാണ്. വൈറൽ കോസ് നോറോ വൈറസ് ആൻഡ് റൊട്ട വൈറസ്. ബാക്ടീരിയൽ കോസസ് ഇക്കോളെ, കാമ്പൈലോബാക്ടർ, ഷിജല്ല ആൻഡ് സാൽമോണല്ല. നമ്മൾ ഇക്കോളേന്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, 5 സ്ട്രെയിൻസ് പറയുന്നുണ്ട് അല്ലെ. അതിൽ എൻട്രോടോക്സിജനിക് ഈക്കോളയും എൻട്രോ അഗ്രഗേറ്റീവ് ഈക്കോളയാണ് മെയിൻലി എന്താണ്? ട്രാവലേഴ്സ് ഡയറിയ കോസ് ചെയ്യുന്ന 2 സ്ട്രെയിൻസ്. എൻട്രോടോക്സിജനിക് ഈക്കോളയും എൻട്രോ അഗ്രഗേറ്റീവ് ഈക്കോളയാണ് ട്രാവലേഴ്സ് ഡയറിയ കോസ് ചെയ്യുന്ന 2 ഈക്കോളി. അതിൽ വേറെ ഒന്നുണ്ട് എൻട്രോ ഹെമറേജിക് ഈക്കോളി പറയുന്നത്. അതിലെന്താണ്? അതിലൊരു വെറോസൈറ്റോടോക്സിൻ എന്ന് പറഞ്ഞൊരു എൻട്രോടോക്സിൻസ് ഉണ്ട്. അത് ലൈക്ക് എന്താ? ഷിജല്ല ടോക്സിൻസിനോട് സിമിലർ ആയിട്ടുള്ളൊരു ടോക്സിൻ ആണത്. അത് മെയിൻലി എന്താ പറയാ, ഷിജല്ല ലൈക്ക് സിംറ്റംസ് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെത്. പിന്നെ അതേപോലെ തന്നെ എൻട്രോ ഇൻവേഴ്സീവ് ഈക്കോളയിലും ഒരു ഷിജല്ല ഡിസെൻട്രി ടൈപ്പ് സിംറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Gigatoxin producing E. coli are the common causes of hemolytic uremic syndrome. അത് കേട്ടില്ലേ? ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോത്തിന്റെ മെയിൻ കോസ് ആണ് ഷിഗാടോക്സിൻ പ്രൊഡ്യൂസിങ് ഈക്കോളി. അതായത് ഈ ലാസ്റ്റ് പറഞ്ഞ എൻട്രോ ഹെമറേജിക് ഈക്കോളിയാണ് മെയിൻലി എന്താണ്? ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം കോസ് ചെയ്യുന്ന ഒരു ഈക്കോളി. ഇത് അഫക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 10 to 15% ഓഫ് ദി പേഴ്സൺസും ഡെവലപ്പ് ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം ആണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് 5 to 7 days ആഫ്റ്റർ ദി ഓൺസെറ്റ് ഓഫ് സിൻഡ്രോം ആണ്. ഈക്കോളിനെ കുറിച്ച് പറയുകയാണ്. ഈക്കോളിയാണ് കോമൺ ടു പ്രൊഡ്യൂസ് ട്രാവലേഴ്സ് ഡയറിയ ഇൻ ന്യൂ ഇമിഗ്രൻസ് ആൻഡ് ട്രാവലേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലെമിഡിയൽ ഇൻഫെക്ഷൻ കോസസ് ഓൾ എക്സെപ്റ്റ് ട്രക്കോമ, എട്ടിപ്പിക്കൽ ന്യൂമോണിയ, സൈനസൈറ്റിസ് ആൻഡ് വെജൈനൈറ്റിസ്. ഏതായിരിക്കും? ക്ലെമിഡിയൽ ഇൻഫെക്ഷൻ കോസസ് ഓൾ എക്സെപ്റ്റ് ട്രക്കോമ, എട്ടിപ്പിക്കൽ ന്യൂമോണിയ, സൈനസൈറ്റിസ് ആൻഡ് വെജൈനൈറ്റിസ്. എട്ടിപ്പിക്കൽ ന്യൂമോണിയ. വേറെന്തെങ്കിലും? Then കഴിഞ്ഞോ? വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ?
നമ്മൾ പറയാൻ ട്രൈ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻസറിലേക്ക് പോട്ടെ. സൈനസൈറ്റിസ്. വജൈനൈറ്റിസ് ആണ് കേട്ടോ ആൻസർ. ഇത് നമുക്ക് നമ്മളെ ഇതിൽ കറക്റ്റ് ആയിട്ട് ഹ്യൂമൻ ക്ലമീഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ കറക്റ്റ് കോസസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് ട്രക്കോമ, ഇൻക്ലൂഷൻ, കൺജക്ടിവൈറ്റിസ്. പിന്നെ ഒരിക്കലും വജൈനയിൽ ഇൻഫെക്ഷൻ വരാത്തതിന്റെ ഒരു റീസൺ പറയുന്നുണ്ട്. വജൈനയിൽ എന്താ വരാത്ത, ബാക്കിയെല്ലാം വരും. ട്രക്കോമ വരുന്നുണ്ട്, എട്ടിപ്പിക്കൽ ന്യൂമോണിയ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബോക്സ് കംപ്ലീറ്റ്ലി വിസിബിൾ ആണോ? അതെ. കംപ്ലീറ്റ് കാണുന്നുണ്ട്. ഇത് കണ്ടല്ലോ, എട്ടിപ്പിക്കൽ ന്യൂമോണിയ കണ്ടല്ലോ അല്ലെ? ലാസ്റ്റ് വൺ ന്യൂമോണൈറ്റിസ് ഓഫ് ഇൻഫൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഈ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനിൽ സൈനസൈറ്റിസ് വരും. പക്ഷെ ഇതിൽ വജൈനൈറ്റിസ് പറയാൻ കാരണം വജൈനയിൽ ഏതാ എപ്പിത്തീലിയാണ്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയാണല്ലേ. ദീസ് ആർ ടഫ് മൾട്ടിലെയർഡ് ഫ്ലാറ്റ് സെൽ ദാറ്റ് ലാക്ക് ദി സ്പെസിഫിക് ഡോക്കിംഗ് റിസപ്റ്റേഴ്സ് ഫോർ ക്ലമീഡിയ. അതുള്ളത് ആ വെജൈനയിൽ ഈ ക്ലമീഡിയൽ ഇൻഫെക്ഷൻസും റിസപ്റ്റേഴ്സ് ആബ്സെന്റ് ആയതുകൊണ്ട് വെജൈനൈറ്റിസ് ഉണ്ടാവുന്നത്. പക്ഷെ ഇത് എന്ത് ചെയ്യും? സെർവിസൈറ്റിസ് കോസ് ചെയ്യും. ആ സെർവിസൈറ്റിസ് ഡിസ്ചാർജ് ആണ് ത്രൂ വജൈന വരുന്നത്. പക്ഷെ ഒരിക്കലും ക്ലമീഡിയൽ ഇൻഫെക്ഷൻ എന്താ വജൈനൈറ്റിസ് കോസ് ചെയ്യില്ല, ഡ്യൂ ടു ദി ലാക്ക് ഓഫ് സ്പെസിഫിക് ഡോക്കിംഗ് റിസപ്റ്റേഴ്സ് ഫോർ ക്ലമീഡിയ ഇൻ ദി വജൈനൽ എപ്പിത്തീലിയം. ഓക്കെ, next question. Typhoid is diagnosed during the first week by Blood blood culture. culture. Blood Okay. culture. Blood culture ആണ്. മെയിൻലി അറിയാലോ ടൈഫോയിഡ് എങ്ങനെ ഫീക്കർ ഓറൽ റൂട്ട് ആണ് വരുന്നത്. അതിന് ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും എന്താണ് ഡിഫറെന്റ് സിംറ്റംസ് ആണ് വരുന്നത് അല്ലെ. ഫസ്റ്റ് വീക്കിലാണ് എന്ത് സ്റ്റെപ്പ് ലാഡർ ഫീവർ വരുന്നത്, കോൺസ്റ്റിപ്പേഷൻ ഉള്ളത്, റോസ് സ്പോട്ട്, ഇതെല്ലാം ഫസ്റ്റ് വീക്കിലാണ് വരുന്നത്. പിന്നെ ടൈഫോയിഡ് ആയിട്ട് റിലേറ്റ് ചെയ്താണ് ടൈഫോയിഡിൽ എവിടെ റെക്ടസ് അബ്ഡോമിനസിലെ ഡീജനറേഷൻ വരുന്നതാണ് സെങ്കേഴ്സ് ഡീജനറേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 7 to 14 days ആണ്. അതിന്റെ സ്പ്രെഡ് വരുന്ന മെയിലി ഫീക്കർ ഓറൽ റൂട്ട് പറയുന്നുണ്ട്, കണ്ടാമിനേറ്റഡ് മിക്സ് വാട്ടർ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ മെയിലി ഇതാണ് ഓർക്കുന്നത്, ഫസ്റ്റ് വീക്കിലാണ് ഈ സ്റ്റെപ്പ് ലാഡർ ഫീവർ പറയുന്നത്, കോൺസ്റ്റിപ്പേഷൻ വരുന്നത്, ബ്രാഡികാർഡിയ വരുന്നത്. പിന്നെന്താണ് മെയിൻലി റോസ് സ്പോട്ട്. റോസ് സ്പോട്ടിന്റെ കോസ് എന്താന്ന് ഏതൊരു വർഷം ചോദിച്ചിട്ടുണ്ടായിട്ടുണ്ടോ? ലോക്കൽ വാസോ ഡയലറ്റേഷൻ ആണ്. അത് റോസ് സ്പോട്ടിന്റെ പത്തോളജി പറയുമ്പോൾ ലോക്കൽ വാസോ ഡയലറ്റേഷൻ ആണ്. അതിന്റെ ചുറ്റും ബാക്ടീരിയൽ എംബോളെ വന്നിട്ട് ലോക്കൽ വാസോ ഡയലറ്റേഷൻ വരുന്നത് കാരണമാണ് ടൈഫോയിഡ് ഫീവറിന്റെ ഫസ്റ്റ് വീക്കിൽ റോസ് സ്പോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അത് മെയിൻലി എവിടെയാ വരുന്നത്? ഓവർ ദി അപ്പർ അബ്ഡോമൻ ആൻഡ് ചെസ്റ്റ് ബൈ ദി 5th or 6th ഡേ. ഫസ്റ്റ് വീക്കിൽ തന്നെ അത് അപ്പിയർ ചെയ്യുന്നുണ്ട്. ബ്രാഡികാർഡിയാണ്, കോൺസ്റ്റിപ്പേഷൻ ആണ്, സ്റ്റെപ്പ് ലാഡർ ഫീവർ ആണ്. സെക്കൻഡ് വീക്കിലേക്ക് കടക്കുമ്പോഴേക്കും ഇത് എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫീവർ ആയിരിക്കും. ഇപ്പോൾ ഒരു 40 ഡിഗ്രി ആയിട്ട് ഫീവർ കണ്ടിന്യൂസ് സ്റ്റേജിലേക്ക് വരും. സ്റ്റെപ്പ് ലാഡർ അറിയാലോ, ഒന്ന് കൂടും പിന്നെ പോസ്റ്റ് ചെയ്യും, ദെൻ കൂടും പോസ്റ്റ് ചെയ്യും, അങ്ങനെ സ്റ്റെപ്പ് ലാഡർ ടൈപ്പ് ആയിരിക്കും ഫസ്റ്റ് വീക്കിൽ വരിക. സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും പിന്നെ ഡയറി ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. സ്പീൻ എൻലാർജ് സ്പീൻ ആയിരിക്കും. ദെൻ ടൈഫോയിഡ് കോംപ്ലിക്കേഷൻ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴാണ് ടൈഫോയിഡ് ഫേഷ്യസ്, സബ്സൾട്ടസ് ടെൻഡിനം. അതെന്താണ്? ട്രമുലസ്നെസ് ഓഫ് ദി ഫിംഗേഴ്സ് ആൻഡ് റിസ്റ്റ് ആണ്. സബ്സൾട്ടസ് ടെൻഡിനം ഡെവലപ്പ് ചെയ്യും. കാർപ്പോളജി പറഞ്ഞാൽ പിക്കിംഗ് മൂവ്മെന്റ്സ് ഡെവലപ്പ് ചെയ്യും. കോമ വിജിൽ, ഇതൊക്കെ കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് ആകുമ്പോഴാണ് ടൈഫോയിഡ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് കോമ വിജിൽ പറയുമ്പോൾ അൺകോൺഷ്യസ് ബട്ട് ഐസ് ഓപ്പൺ ആയിരിക്കും. അതാണ് കോമ വിജിൽ. ഇതൊക്കെ ടൈഫോയിഡിന്റെ സെക്കൻഡ് വീക്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ലബോറട്ടറി ഡയഗ്നോസിലേക്ക് നോക്കുമ്പോൾ ബ്ലഡ് കൾച്ചർ ആണ് മെയിൻലി. എപ്പോൾ മുതൽ പോസിറ്റീവായി തുടങ്ങും? ആഫ്റ്റർ 72 hours തന്നെ ബ്ലഡ് കൾച്ചർ പോസിറ്റീവായിട്ട് കിട്ടി തുടങ്ങും. അത് പക്ഷെ ഇതിനെന്താ വെച്ചാൽ ഗ്രാജുവലി എന്തായിരിക്കും? ഫസ്റ്റ് വീക്കിലൊക്കെ 90% അത് പോസിറ്റീവ് ആയിട്ടുണ്ടായിരിക്കും. പിന്നെ അത് ഗ്രാജുവലി അതിന്റെ സെൻസിറ്റിവിറ്റി പോകുന്നതിനനുസരിച്ച് സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും അത് 0ലേക്കൊക്കെ എത്തിയിട്ടില്ല. ഗ്രാജുവലി കുറയും സെൻസിറ്റിവിറ്റി ബ്ലഡ് കൾച്ചറിന്റെ. പിന്നെ ബോൺ മാരോ കൾച്ചർ ഉണ്ട്, അതിന് ഹൈലി പോസിറ്റിവിറ്റി പറയുന്നത്. വൈഡ് കൾച്ചർ ഉണ്ട്, ഫീക്കൽ കൾച്ചർ ഉണ്ട്, യൂറിൻ കൾച്ചർ ഉണ്ട്, വൈഡാൽ ടെസ്റ്റ്. വൈഡാൽ ടെസ്റ്റ് ഒക്കെ പോസിറ്റീവ് ആവണമെങ്കിൽ ഒരു ആഫ്റ്റർ 1 week ഒക്കെ വൈഡാൽ ടെസ്റ്റ് പോസിറ്റീവ് ആയി കിട്ടുള്ളൂ. ഫസ്റ്റ് വീക്കിൽ ചെയ്യണമെങ്കിൽ ബ്ലഡ് കൾച്ചർ ആണ് അതിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് മെത്തേഡ്. ഇതിന്റെ വൈഡാൽ ടെസ്റ്റ് പോസിറ്റീവ് 1/200 or more ആണെങ്കിലാണ് വൈഡാൽ ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാം.
ജസ്റ്റ് ഞാൻ ലീഷ്മാനിയാസിനെ കുറിച്ച് കുറച്ച് പറയാൻ കരുതിയതാണ്. ക്വസ്റ്റ്യൻസ് ഇല്ല അതിന് റിഗാർഡ് ചെയ്തിട്ട്. ഒരു പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ആണ്. ലീഷ്മാനിയ ഡോണോവാനിയാണ് കോസ് ചെയ്യുന്നത് മെയിൻലി. അതെന്ത് കാലാസറാണ്. കാലാസറും അത് പോസ്റ്റ് കാലാസർ ഡെർമൽ ലീഷ്മാനിയാസിസും ലീഷ്മാനിയ ഡോണോവാനിയാണ് കോസ് ചെയ്യുന്നത്. ലീഷ്മാനിയ ട്രോപ്പിക്ക ആണ് ഓറിയന്റൽ സോർ ഓർ പ്രൈമറി ക്യൂട്ടേനിയസ് ഫോം കോസ് ചെയ്യുന്നത്. ലീഷ്മാനിയ ട്രോപ്പിക്ക ഓർ മേജർ ആണ്. പിന്നെ ആമസോണിയൻസ് ആണ് മ്യൂക്കോസ ഫോം. 3 ഫോം ഉണ്ടല്ലോ, വിസറൽ ഫോമും ഉണ്ട്, ക്യൂട്ടേനിയസും ഉണ്ട്, മ്യൂക്കസും ഉണ്ട്. ഇത്ര ലീഷ്മാനിയാസിസ് ആണ് മെയിൻലി എന്താണ് കാലാസർ. അതിന്റെ വേറൊരു പേരാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. എന്താ വെച്ചാൽ പറയാം, ഇതില് ഒരു ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഫീവർ എങ്ങനെയായിരിക്കും? ഡബിൾ സ്പൈക്ക് ഉണ്ടായിരിക്കും. ഡബിൾ സ്പൈക്ക് ഫീവർ ആയിരിക്കും കാലാസറിന് ഉണ്ടാകും. ഇത്രയും ഓർത്തേക്കണം. അതിന്റെ വേറെ പേര് ബ്ലാക്ക് ഫീവർ എന്ന് പറയും. ബ്ലാക്ക് ഫീവർ എന്ന് പറയാൻ കാരണം എന്താ? ആ ഡാർക്ക് പിഗ്മെന്റേഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ബ്ലാക്ക് ഫീവർ എന്ന് പറയുന്നത്. കാലാസർ. ദെൻ അതെന്താ? ഡബിൾ സ്പൈക്ക് ഉണ്ട്. ഫീവറിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഡബിൾ സ്പൈക്സ് ഉണ്ടായിരിക്കും. അതിന്റെ ഓർഗൻസ് ഒക്കെ എൻലാർജ്ഡ് ആണെങ്കിലും എന്തായിരിക്കും? നോൺ ടെൻഡർ ആയിരിക്കും. പിന്നെ ഈ പേഷ്യന്റ് കാലാസർ പേഷ്യന്റ് ഫീവർ ഉണ്ടെങ്കിലും ഒരു വെൽ ഫീലിംഗ് ഉണ്ടായിരിക്കും. ഒരു അപ്പറ്റൈറ്റ് ഒന്നും ഡിമിനിഷ്ഡ് ആയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. നല്ല അപ്പറ്റൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പോലും ഫീൽ വെൽ സെൻസേഷൻ ആയിരിക്കും കാലാസർ ഇൻഫെക്റ്റഡ് പേഷ്യൻസിൽ ഉണ്ടാവും. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, നാപ്പിയസ് ആൽഡിഹൈഡ് ടെസ്റ്റ് എന്തിനതാണെന്നുള്ളത്. അത് കാലാസർ ഡയഗ്നോസിസ് ടെസ്റ്റ് ആണ്. നാപ്പിയസ് ആൽഡിഹൈഡ് ടെസ്റ്റും പിന്നെ anti-K39 ആന്റിബോഡി. ഇത് രണ്ടുമാണ് അതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരുന്ന ഇതാണ്. 3 പോയിന്റ്സ് ആണ് കാലാസറിൽ നോട്ട് ചെയ്യുന്നത്. ഡബിൾ സ്പൈക്ക് ഫീവർ ഏതിലാ കാണുന്നതെന്നുള്ള ഓർത്ത് വയ്ക്കുക. റാപ്പിഡ് പ്ലാസ്മ റിയേജിൻ ആൻഡ് VDRL ബോത്ത് ആർ റിയാക്റ്റീവ് ഇൻ സിഫിലിസ്, യോസ്, പിൻഡ ആൻഡ് മലേറിയ. അപ്പൊ ഓൺലി 1 ആണോ, ഓൾ എക്സെപ്റ്റ് 4 ആണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ, ഓൺലി 1, 3 and 4 ആണോ? All except 4. All Why? except 4. Why? Why all except 4? അറിയില്ലേ? പറ. ഇതൊക്കെ എന്താണ്? സിഫിലിസ് ആണെങ്കിലും യോസ് ആണെങ്കിലും പിൻഡ ആണെങ്കിലും എന്താണ് അതിന്റെ പോസിറ്റീവ് ഓർഗൻസ്? എന്താ മെയിൻലി? ട്രിപ്പോണിമ ആണ് അല്ലെ. ട്രിപ്പോണിയം സിഫിലിസ് ട്രിപ്പോണിമ പാരഡത്തിനോട് സിമിലർ ആയിട്ടുള്ള ഓർഗാനിസം തന്നെയാണ് യോസും പിൻഡാസും കോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പോസിറ്റീവ് റിയാക്ഷൻ കിട്ടുന്നത്. യോസ് കോസ് ചെയ്യുന്നത് ട്രിപ്പോണിമ പെർട്ടിന്യൂ ആണ് കോസ് ചെയ്യുന്നത്. അതിന്റെ മെയിൻലി എന്താണ് 2 സ്റ്റേജ് ഉണ്ട്. പ്രൈമറി സ്റ്റേജ് ഉണ്ടായിരിക്കും, സെക്കൻഡറി സ്റ്റേജ് ഉണ്ടായിരിക്കും. അതിന്റെ സെക്കൻഡറി സ്റ്റേജ്, ടേർഷ്യറി സ്റ്റേജ്. പ്രൈമറി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ആ ഫീവർ, ആ ഇൻഫെക്ഷന്റെ മെയിൻ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. സെക്കൻഡറി സ്റ്റേജ് ആകുമ്പോഴേക്കും എന്തായിരിക്കും? കുറെ ഡിഫോമിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഉണ്ടാവുന്നതാണ് ക്രാബ്. അതിനാണ് ഈ സെക്കൻഡറി സ്റ്റേജിലാണ് മെയിൻലി ക്രാബിയോസ് എന്ന് പറയാം. ക്രാബിയോസ് പറഞ്ഞ സെക്കൻഡറി സ്റ്റേജിലാണ്. പിന്നെ അതേപോലെ ഗോണ്ടോ എന്ന് പറഞ്ഞത് നെയ്സൽ ബോൺ തിക്കനിങ് ഉണ്ടായിരിക്കും സെക്കൻഡറി സ്റ്റേജിൽ. അതിനാണ് ഗോണ്ടോ എന്ന് പറയാം. ഇതൊക്കെ ഏത് സ്റ്റേജിലാണ് കാണുന്നതെന്ന് ചോദിക്കട്ടോ. ഗോണ്ടോ ആണെങ്കിൽ ക്രാബിയോസ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജ് യോസിന്റെ ഏത് ഇതാണ്? സെക്കൻഡറി ആണോ, പ്രൈമറി ആണോ, ടേർഷ്യറി ആണോ എന്നൊക്കെ ചോദിക്കും. സെക്കൻഡറി ആണ് ക്രാബിയോ എന്ന് പറയുന്നത്. അതിൽ വരുന്ന നെയ്സൽ ബോൺ തിക്കനിങ്സിനാണ് ഗോണ്ടോ എന്ന് പറയുന്നത്. ടേർഷ്യറി സ്റ്റേജിലേക്ക് വരുന്നതാണ് അപ്പോഴേക്കാണ് നെയ്സൽ ബോൺ ഒക്കെ ഡിസ്ട്രക്ട് ചെയ്തിട്ടാണ് ഗാംഗോസ എന്ന് പറഞ്ഞത് ഡിഫോമിറ്റി ഫോം ചെയ്യും. അപ്പൊ അത് ഏതിലൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. ഇപ്പൊ സ്പൈറോക്കേറ്റ് കോസ് ചെയ്യുന്ന 2 നോൺ വെനേറിയൽ ഡിസീസ് ആണ് യോസ് ആൻഡ് പിൻഡാസ്. യോസിലുള്ളത് ട്രിപ്പോണിമ പെർട്ടിന്യൂ ആണ്, ട്രിപ്പോണിമ കെരാറ്റിയോ ആണ്, പിൻഡ. ഇത് രണ്ടും എന്താണ്? മറ്റേ മോർഫോളജിക്കലി സിമിലർ ആണ് മറ്റേ സിഫിലിസുമായിട്ട്, ട്രിപ്പോണിമ പാലഡുമായിട്ട്. ദാറ്റ്സ് വൈ ദീസ് 2 റിയാക്ഷൻസ് പോസിറ്റീവ്. പിന്നെ നോക്കുമ്പോൾ പിന്നെ 2-3 ഡിസീസ് പോസിറ്റീവ് ഓർഗൻസ് നോക്കി വെച്ചേക്ക്. കാരിയോൺസ് ഡിസീസ്, ഫ്രഞ്ച് ഫീവർ ആൻഡ് കാറ്റ്സ് ഡിസീസ്. ഇതൊക്കെ ബാർട്ടനെല്ലോസിസിൽ പെട്ടതാണ്.
അതിൽ കാരിയൻസ് ഡിസീസ് എന്ന് പറയുന്നത് ബാർട്ടണല്ല ബേസിലിഫോമിസ് ആണ് പോസിറ്റീവ് ഓർഗാനിസം. ഫ്രഞ്ച് ഫീവർ എന്ന് പറയുമ്പോൾ ബാർട്ടണല്ല ക്വിൻറ്റാന. അതിന്റെ ട്രാൻസ്മിഷൻ പറയുന്നത് ത്രൂ ബോഡി ലവ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫ്രഞ്ച് ഫീവർ ത്രൂ ബോഡി ലവ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ഓർഗാനിസം ബാർട്ടണല്ല ക്വിൻറ്റാനയാണ്. കാറ്റ് സ്ക്രാച്ച് ഡിസീസിന്റെ ഏതാ? ബാർട്ടണല്ല ഹെൻസലെയാണ് കാറ്റ് സ്ക്രാച്ച് ഡിസീസിന്റെ പോസിറ്റീവ് ഓർഗാനിസം. അതായത് ഈ ബാർട്ടണല്ല ഹെൻസലെ വേറെ ഒന്നും കൂടി കോസ് ചെയ്യുന്നത് എന്താണ്? AIDS പേഷ്യന്റിൽ ആൻജിയോമെറ്റോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ബാസിലറി ആൻജിയോമെറ്റോസിസ് ഇൻ patients with AIDS. That's also by Bartonella Hensley. ജനറൽ ആയിട്ടൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഹെർപ്പസ് ലേബിയാലിസ് നമ്മൾ എന്താണെന്ന് അറിയില്ല. ഹെർപ്പസ് സിംപ്ലക്സ് ഇൻഫെക്ഷൻ ആണ്. ഫീവറിന്റെ ഒക്കെ സമയത്ത് മ്യൂക്കോക്യൂട്ടേനിയസ് ജംഗ്ഷൻ ഓഫ് ദി നോസ് ആൻഡ് ലിപ്പിൽ ഉണ്ടാവുന്ന വെസിക്കിൾസ് ആണ്. അത് മെയിൻലി ന്യൂമോണിയ ആൻഡ് മെനിഞ്ചൈറ്റിസ് ആണ് കോമൺ ടു പ്രൊഡ്യൂസ് ഹെർപ്പസ് ലേബിയാലിസ്. വെറാസ് ടൈഫോയിഡ് ഈസ് വെരി റയർ ടു പ്രൊഡ്യൂസ്. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിലെല്ലാത്തതിനൊക്കെ ചോദിച്ചു ടൈഫോയിഡ് ഒരു ഓപ്ഷൻ ആയിട്ട് വരാം. ഇപ്പൊ ന്യൂമോണിയയിലും മെനിഞ്ചൈറ്റിസിലാണ് എന്ത് ഹെർപ്പസ് ലേബിയാലിസ് കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷെ ടൈഫോയിഡിൽ എന്തായിരുന്നു? അത് റയർ ആണ്. നമ്മുടെ KVKന്റെ ഉള്ളിലൊക്കെ കിടക്കുന്ന കുഞ്ഞു സെന്റൻസുകളാണ്. പിന്നെ ഫീവറിന്റെ ടൈപ്പ് അറിയില്ലേ? കണ്ടിന്യൂസ് ഫീവർ ഉണ്ട്, റെമിറ്റന്റ് ഫീവർ ഉണ്ട്, ഇന്റർമിറ്റന്റ് ഫീവർ ഉണ്ട്. കണ്ടിന്യൂസ് ഫീവർ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻലി പെർസിസ്റ്റന്റ്ലി ടെമ്പറേച്ചർ എലവേറ്റഡ് ആയിരിക്കും. അതിനെന്തായിരിക്കും? ഡയനൽ വേരിയേഷൻസ് ലെസ് ദാൻ 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഈ കണ്ടിന്യൂസ് ഫീവർ. അത് മോർ ദാൻ 1 ഡിഗ്രി സെൽഷ്യസ് ആവുന്നതാണ് റെമിറ്റന്റ് ഫീവർ. അപ്പൊ ഈ കണ്ടിന്യൂസ് ഫീവർ കാണുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ടൈഫോയിഡിന്റെ സെക്കൻഡ് വീക്കും ടൈഫസും വൈറൽ ഇൻഫെക്ഷൻസും ആണ് മെയിൻലി കണ്ടിന്യൂസ് ഫീവർ ഉണ്ടാക്കുന്ന കേസസ്. റെമിറ്റന്റ് ഫീവർ വരുമ്പോൾ ഈ ഡയനൽ വേരിയേഷൻ മോർ ദാൻ 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അത് ഏതൊക്കെ കണ്ടീഷനിലാണ് വരിക? ടൈഫോയിഡിൻ ഫസ്റ്റ് വീക്കും ബ്രിസല്ലോസിസ്, ലെപ്റ്റോസ്പൈറോസിസ്. അപ്പൊ എപ്പോഴൊക്കെ എന്തിനൊക്കെയോ ക്വസ്റ്റ്യൻസ് കണ്ടൊരു ഓർമ്മയുണ്ട് കേട്ടോ. ഏതൊക്കെയാ റെമിറ്റന്റ് ഫീവർ? ടൈഫോയിഡിൻ ഫസ്റ്റ് വീക്ക്, ബ്രിസല്ലോസിസ് ആൻഡ് ലെപ്റ്റോസ്പൈറോസിസ്. ഇന്റർമീഡിയറ്റ് ഫീവർ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഡിസ്കണ്ടിന്യൂസ് ടെമ്പറേച്ചർ ആയിരിക്കും, ടച്ചിങ് നോർമൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 24 hours. This may be seen in pyogenic infections, lymphomas, tuberculosis, bacteremia, malaria, etc. അതൊക്കെയാണ് intermittent fever, pyogenic infections, lymphomas, tuberculosis, bacteremia, malaria, etc. പിന്നെ എന്താണ് പീരിയോഡിക് ഫീവർ? പീരിയോഡിക് ഫീവർ ആണ് കറക്റ്റ് പീരിയോഡിസിറ്റി കീപ്പ് ചെയ്യും. അതിന്റെ മെയിൻ പീരിയോഡിസിറ്റി ടേർഷ്യൻ പീരിയോഡിസിറ്റി ഉണ്ട്, ക്വാർട്ടൻ ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്. ടേർഷ്യൻ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫീവർ ഒക്കേഴ്സ് ഇൻ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിരിക്കും ഫീവർ ഒക്കർ ചെയ്യുക വിത്ത് 1 day interval between. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് 1 day interval between. അതിന്റെ എക്സാമ്പിൾ ആണ് വിവാക്സ് മലേറിയ, ബിനൈൻ പേഷ്യൻ, ഫാൾസിപാരം. ഫാൾസിപാരം എന്താ? മാലിഗ്നന്റ് പേഷ്യൻ എന്ന് പറയും അല്ലെ. അപ്പൊ ഈ ടേർഷ്യൻ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലുള്ള പീരിയോഡിസിറ്റി ആണ് ടേർഷ്യൻ. ക്വാർട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എവരി 4th day with 2 days febrile period in between. അങ്ങനെ ക്വാർട്ടർ പീരിയോഡിസിറ്റി എവരി 4th day. ടേർഷ്യൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഫീവർ ഒക്കർ ചെയ്യുക. ക്വാർട്ടർ എവരി 4th day, അത് ക്വാർട്ടർ മലേറിയ. ദെൻ ക്വാർട്ടറിയം എന്ന് പറയുമ്പോൾ ഫീവർ ഒക്കറും ഡെയിലി ഒക്കർ ചെയ്യുന്ന ഫീവർ ആണ് ക്വാർട്ടറിയം. ക്വാർട്ടർ മലേറിയ ഫാൾസിപാരം മലേറിയ കോസ് ചെയ്യുന്നത്. പ്ലാസ്മോഡിയം മലേറിയ കോസ് ചെയ്യുന്നതാണ് ക്വാർട്ടർ മലേറിയ. അതുപോലെ പ്ലാസ്മോഡിയം മലേറിയക്ക് വേറെ ഒരു ഇത് കൂടിയുണ്ട്, ഇമ്പോർട്ടൻസ് കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഈ നെഫ്രോട്ടിക് സിൻഡ്രോം കോസ് ചെയ്യുന്ന മലേറിയ ആണ് കേട്ടോ പ്ലാസ്മോഡിയം മലേറിയ പറയുന്നത്. ഞാനിപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റെഫർ ചെയ്യുന്നതിനിടയിൽ കിട്ടിയ പോയിന്റ്സ് കട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. എറ്റിപ്പിക്കൽ ലിംഫോസൈറ്റ്സ് കാണുന്ന കുറച്ച് വൈറൽ ഇൻഫെക്ഷൻസ്. എറ്റിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ എറ്റിപ്പിക്കൽ ലിംഫോസൈറ്റ്സ് ഇൻഫെക്ഷൻസിൽ കാണുന്നതാണ് എപ്സ്റ്റീൻ ബാർ വൈറസ് ഇൻഫെക്ഷൻ, സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ, HIV, ഡെങ്കു, റുബെല്ല, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആൻഡ് എയ്ഡ്സ് എല്ലാം. അതിന് അപ്പൊ എറ്റിപ്പിക്കൽ ലിംഫോസൈറ്റ്സ് കാണുന്ന കണ്ടീഷൻസ്
Epstein-Barr virus infection, cytomegalovirus infection, HIV, dengue, rubella, viral hepatitis, varicella. Mainly, typhoid and tuberculosis ആണ് മോണോസൈറ്റോസിസ് കാണുന്ന കണ്ടീഷൻ കോമൺലി സീൻ ടൈഫോയിഡ് ആൻഡ് ട്യൂബർക്കുലോസിസ്. ഇങ്ങനെ തന്നെയാണ് കേവിക്കലി കിടക്കുന്ന സെന്റൻസ്. മോണോസൈറ്റോസിസ് കോമൺലി സീൻ ഇൻ ടൈഫോയിഡ് ആൻഡ് ട്യൂബർക്കുലോസിസ്. Next question. Pastia sign is seen in streptococcal scarlet fever, streptococcal toxic shock syndrome, septicemia due to alpha hemolytic streptococci, necrotizing fasciitis due to streptococcal pyogenesis. ഇതിൽ ഏതിലാണ് പാസ്റ്റിയ സൈൻസ് കാണുന്നത്? എ. പിന്നെ ഒരാളെല്ലോ പാസ്റ്റിയ സൈൻ ഏതിലാ കാണുന്നത്? സ്ട്രെപ്റ്റോകോക്കൽ സ്കാർലറ്റ് ഫീവറിനാണ് പാസ്റ്റിയ സൈൻ കാണുന്നത്. പാസ്റ്റിയ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ കാണുന്നത്? പാസ്റ്റിയ ലൈൻ ഓർ തോംസൺ സൈൻ കൂടി ഒരു സിനോണിം ആയിട്ടുണ്ട്. ബ്രൈറ്റ് റെഡ് ഓർ പിങ്ക് ലൈൻസ് ഫോംഡ് ബൈ ടൈനി ബ്രോക്കൺ ബ്ലഡ് വെസൽസ് റണ്ണിങ് അക്രോസ് സ്കിൻ ക്രീസസ്. ഇതാണ് പാസ്റ്റിയ സൈൻ എന്ന് പറയുന്നത്. അതിന്റെ പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി ബ്രോക്കൺ ബ്ലഡ് വെസൽസ് ആണ്. Bright red or pink lines formed by tiny broken blood vessels running across skin creases. അതാണ് പാസ്റ്റിയ സൈൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കാണാൻ പറ്റും സ്കാർലറ്റ് ഫീവറിൽ? പിന്നെ സ്ട്രോബെറി ടങ് ഉണ്ട്. സ്ട്രോബെറി ടങ്ങിലെ വേറൊരു കണ്ടീഷൻ ഏതാണ്? പിന്നെ കവാസാക്കി ഡിസീസ്. ഇത്രയും ഈ സ്കാർലറ്റ് ഫീവർ പിന്നെ ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയ ആണ് അത് കോസ് ചെയ്യുന്നത്. പിന്നെ സാൻഡ് പേപ്പർ റാഷ് ഉണ്ടായിരിക്കും, പാസ്റ്റിയ സൈൻ, ഹൈ ഫീവർ, ജനറലൈസ്ഡ് എക്സാൻഡിമ ഉണ്ടായിരിക്കും, എൻലാർജ്ഡ് സെർവിക്കൽ ലിംഫ് നോഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ സ്ട്രോബെറി ടങ്, പാസ്റ്റിയ സൈൻ. സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് കാണുന്നുണ്ടെങ്കിൽ കുറെ ഫസ്റ്റ് വളരെ കുറെ ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ. Pharyngitis and tonsillitis, erysipelas കോസ് ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ ആണ്. സെല്ലുലൈറ്റിസ് സ്ട്രെപ്റ്റോകോക്കൽ ആണ്. ഇംപെറ്റിഗോ ആൻഡ് സ്കാർലറ്റ് ഫീവർ, സെപ്റ്റിസീമിയ, നെക്രോട്ടൈസിംഗ് ഫേഷ്യൈറ്റിസ്, ടോക്സിക് ഷോക്ക് സിൻഡ്രോം, മയോസൈറ്റിസ്, ഇതെല്ലാം എന്താണ്? ഇതൊക്കെ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന ഡയറക്റ്റ് ഇൻഫെക്ഷൻസ് ആണ്. പിന്നെ അതിന്റെ ഇമ്മ്യൂണോളജിക്കൽ മീഡിയേറ്റഡ് ഇൻഫെക്ഷൻസിലേക്ക് വരുമ്പോഴാണ് എല്ലാവരും അക്യൂട്ട് റുമാറ്റിക് ഫീവറും അക്യൂട്ട് ഗ്ലോമർലാ നെഫ്രൈറ്റിസും. ഇത്രയും കാര്യങ്ങൾ എന്തായാലും സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ് ആണ്. പാരിഞ്ചൈറ്റിസ് ആൻഡ് ടോൺസിലൈറ്റിസ് ഉണ്ട്, എറിസിപ്പെലാസ് ഉണ്ട്, സെല്ലുലൈറ്റിസ് ഉണ്ട്, ഇംപെറ്റിഗോ ഉണ്ട്, സ്കാർലറ്റ് ഫീവർ, സെപ്റ്റിസീമിയ, നെക്രോട്ടൈസിംഗ് ഫേഷ്യൈറ്റിസ്, ടോക്സിക് ഷോക്ക് സിൻഡ്രോം, മയോസൈറ്റിസ്. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ മീഡിയേറ്റഡ് ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അക്യൂട്ട് റുമാറ്റിക് ഫീവർ ആൻഡ് അക്യൂട്ട് ഗ്ലോമർലാ നെഫ്രൈറ്റിസ്. ഇതൊക്കെ ഏതാണ് കോസ് ചെയ്യാത്തത്, ഏതാണ് കോസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാട്ടോ. Which of the following is true about filarial infection? Microfilaria, Wuchereria brandhofti are mostly found in pulmonary capillaries. In the adult forms of lova are mostly found in skin. Onchocerca volvulus microfilaria found in blood. Brucia malae never cause severe elephantiasis. അപ്പം ഈ ട്രൂ ആയിട്ട് വരുന്നത് മെയിൻലി ഫസ്റ്റ് ഓപ്ഷൻ ആണ്. മൈക്രോഫൈലേറിയ, ഉച്ചലേറിയ, ബ്രാൻഡോഫി ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ പൾമണറി കാപ്പിലറീസ്. ലോവ വരുമ്പോൾ എന്താണ്? അത് മൈഗ്രേറ്റ് ചെയ്ത് കടിക്കുന്ന ഒരു സംഭവമാണ്. മെയിൻലി എവിടെയാ? സബ്ക്യൂട്ടേനിയസിലാണ് കാണുന്നത്. ഇതിലല്ല, സബ്ക്യൂട്ടേനിയസിലായിട്ടാണെന്ന് മോസ്റ്റ്ലി മൈഗ്രേറ്റ് ചെയ്യുന്ന ഫോമിലായിരിക്കും ലോവ ഉണ്ടായിരിക്കുക. ഓങ്കോസെർക്കസ് വോൾവുലസ് ഇവിടെ മെയിൻലി ഐയിലായിരിക്കും ഉണ്ടാവുക. ബ്രൂക്കിയ മലേറിയാണ് സിവിയർ എലിഫന്റിയാസിസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം. Adult form of lova in a migrating subcutaneous tube. Then Onchocerca volvulus microfilaria skin and eye ആണ് കാണുന്നത്, ബ്ലഡിലല്ല. ബ്രൂക്കിയ മലയാണ് പ്രൈമറി കോസ് ഓഫ് ലിംഫാറ്റിക് ഫൈലേറിയാസിസ് എന്ന ബ്രൂക്കിയ മലയാണ് മെയിൻലി കോസ് സിവിയർ എലിഫന്റിയാസിസ്.
The wanderlust is caused by migrating ആണ് ഉദ്ദേശിക്കുന്നത്. Ascaris lumbricoid ആണ്. ഇങ്ങനെ ഒരു വേർഡ് ഞാൻ വേറെ ബുക്സിലൊന്നും കണ്ടിട്ടില്ല. Wanderlust. Ascaris lumbricoid. Then fifth disease is also known as Erythema infectiosum. yes. Fifth disease is also known as erythema infectiosum. Next question. A resident of Filaria endemic region is suffering from paroxysmal cough, nocturnal wheezing, low-grade fever, lymphadenopathy, blood eosinophilia, biliary lesions in chest X-ray findings. Most probable cause is Tropical pulmonary eosinophilia. yes, tropical pulmonary eosinophilia. Then seizures occurs in case of neurocysticercosis when location of cysticercae in which of the following base of the brain, subarachnoid spaces, brain parenchyma, CSF. Seizures occurs in case of neurocysticercosis when location of cysticercae in which of the following base of the brain, subarachnoid space, brain parenchyma, CSF. ഏതായിരിക്കും? ബ്രെയിൻ പാരൻകൈമയാണോ? പിന്നെ വേറെ എന്തെങ്കിലും സജഷൻസ്, ഓപ്ഷൻസ് പറയൂ. നിങ്ങൾ ആരും മിണ്ടാത്തത് എന്താ? 3-4 ആളുകൾ മാത്രം റെസ്പോണ്ട് ചെയ്യുന്നത്. ചുമ്മാ ഗസ് അടിക്ക്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നതൊക്കെ. അപ്പം ഓപ്ഷൻ സി കറക്റ്റ് ആണ്, ബ്രെയിൻ പാരൻകൈമ. ബാക്കിയുള്ള സ്ഥലത്ത് സബർനോഡ് സ്പേസിലൊക്കെ ഉണ്ടാകുമ്പോൾ മെയിലൊരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ എന്താ ഹെഡ് ഏക്ക്, ഹൈഡ്രോസെഫാലസ് പോലത്തെ കണ്ടീഷൻസ് ആണ് വരിക. ഇവിടെ ബ്രെയിൻ പാരൻകൈമയിൽ വരുമ്പോഴാണ് മെയിൻലി സീഷോസ് ഡെവലപ്പ് ചെയ്യും. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻസ് ഇൻ HIV ഇൻഫെക്ഷൻ: കാപ്പോസി സാർക്കോമ, ബാക്ടീരിയൽ ന്യൂമോണിയ, കാൻഡിഡ ഇൻഫെക്ഷൻ, ലിംഫോമ. Kaposi Candida infection. രണ്ടായി. Pneumonia. പിന്നെ Candida infection. ഓക്കെ, ബാക്ടീരിയൽ ന്യൂമോണിയ ആണ് കേട്ടോ. നിങ്ങളെ ഇൻഫെക്ഷൻസ് ഇനിയിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പോവാത്ത കുറെ പറയാനുണ്ട്. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. വായിക്കുമ്പോൾ ആ ഭാഗത്ത് സ്ട്രെസ് ചെയ്ത് വായിക്കാം. Then common complications of infectious mononucleosis are all except severe pharyngeal edema, antibiotic-induced rash, chronic fatigue syndrome, intestinal pneumonia. Common complications of infectious mononucleosis are all except severe pharyngeal edema, antibiotic-induced rash, chronic fatigue syndrome, interstitial pneumonia. ഏതാ? B. ആന്റിബയോട്ടിക് ഇൻഡ്യൂസ്ഡ് റാഷ് ആണോ? Option D. ഇന്റർസ്റ്റീഷ്യൽ ന്യൂമോണിയ. പിന്നെ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇത് ഡേവിഡ്സണിലെ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഈ ഇതിലൊക്കെ ഉള്ള മെയിൻലി ഡേവിഡ്സണിലെ ബോക്സിലൂടെ ഒക്കെ എന്ത് ജസ്റ്റ് ഒന്ന് പോകുന്നത് നന്നായിരിക്കും. കാരണം കുറെ ക്വസ്റ്റ്യൻസ് ആ ബോക്സിലുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ടുണ്ട്. അതിലുള്ള ഓപ്ഷൻസ് കൊടുത്ത് അതില്ലാത്ത നമുക്ക് ശരിക്കും കൺഫ്യൂസിങ് ആവും. പലതും കാണുമ്പോൾ അതിലില്ലേന്ന് കരുതിപ്പോകും. അപ്പൊ ഇങ്ങനെയാണ് സിവിയർ ഫാറ്റിക്കൽ എഡിമ, ആന്റിബയോട്ടിക് ഇൻഡ്യൂസ്ഡ് റാഷ് ആൻഡ് ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം തന്നെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കോംപ്ലിക്കേഷൻസ് ആയിട്ട്. ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് മെയിൻലി ഈ 3 കാര്യങ്ങളാണ് ആ ബുക്കിൽ പറയുന്നത്: സിവിയർ ഫാറ്റിക്കൽ എഡിമ, ആന്റിബയോട്ടിക് ഇൻഡ്യൂസ്ഡ് റാഷ് ആൻഡ് ക്രോണിക് ഫാറ്റിക് സിൻഡ്രോം. അതിലല്ലാത്ത ഒന്ന് ഇത് മാത്രം, ഇന്റർസ്റ്റീഷ്യൽ ന്യൂമോണിയ ആണ് അതിലല്ലാത്ത ഉള്ളത്. 3 മാത്രം ബുക്കിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല.
അപ്പൊ എന്താ ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കിസ്സിംഗ് ഡിസീസ് അല്ലെ? എപ്സ്റ്റീൻ ബാർ വൈറസ് ഇൻഫെക്ഷൻ ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ അതിലുള്ള ഡയഗ്നോസിസിന് ആ പേര് ഓർത്തേക്കും കേട്ടോ. പോൾ ബണ്ണൽ ഓർ ഷീപ്പ് സെൽ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ആണ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അത് ഏതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് ചോദിക്കും. ഇതിൽ തന്നെ എപ്പിപ്പിക്കൽ ലിംഫോസൈറ്റോസിസ് ഉണ്ട്. മെയിൻലി സ്പ്ലീനോമെഗാലിയിലെ റപ്ചർ ഉണ്ടാവും. ട്രോമാറ്റിക് റപ്ചർ ഓഫ് സ്പ്ലീൻ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ബണ്ണൽ ഓർ ഷീപ്പ് സെൽ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് മറക്കരുത്. പിന്നെ എന്താണ് എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ് കോസ് ചെയ്യുന്നത് എന്നുള്ളത് മറക്കരുത്. പിന്നെ ടിപ്പിക്കൽ ലിംഫോസൈറ്റ് കാണുന്നുള്ളത് മറക്കരുത്. ബാക്കി എപ്സ്റ്റീൻ ബാർ വൈറസ് കോസ് ചെയ്യുന്നത് ഈ ഹെർപ്പിക് ലിംഫോമ, ഓറൽ ഹെയറി ലിംഫോപ്ലേക്കിയ ഒക്കെ. ബർഗട്ട് ലിംഫോമ, ഓറൽ ഹെയറി ലിംഫോപ്ലേക്കിയ ഒന്നും മറക്കരുത്. എപ്സ്റ്റീൻ ബാർ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Viral infections related to pathogenesis of type 1 diabetes mellitus are all except Epstein-Barr virus, mumps virus, polio virus, respiratory syncytial virus. ഏതാ? പോളിയോ വൈറസ്. പിന്നെ പോളിയോ വൈറസ്. വേറെ ഏതോ ഒരു ഓപ്ഷൻ പറഞ്ഞ ഒരാള്. പിന്നെ വേറെ എന്തോന്നും കൂടി പറഞ്ഞു. മംസ്, പിന്നെ ഓപ്ഷൻ ഡി റെസ്പിറേറ്ററി സിൻഷ്യൽ വൈറസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അത് ഇതേപോലെ പല ബുക്കിലും ഇങ്ങനെ പറയുന്നത്. കോക്സാക്കി ബി ആണ് മെയിൻലി പറയുന്നത്. അതിന്റെ കൂടെ മംസ്, സൈറ്റോമെഗാലോ വൈറസ്, എപ്സ്റ്റീൻ ബാർ വൈറസ്, വേരിസെല്ല ആൻഡ് അതർ വൈറസ് കോസ് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ കോസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്. പോളിയോ വൈറസ് പറയുന്നില്ല, പക്ഷെ ആൻസറിൽ കൊടുക്കുന്നത് റെസ്പിറേറ്ററി സിൻസിറ്റീവ് വൈറസ് ആണ്. ബാക്കിയെല്ലാം കോസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മളെ കുമാർ ആൻഡ് ക്ലാർക്കിലേക്കൊക്കെ നോക്കുമ്പോൾ കുറെ മീൻസ് എല്ലാ കോസ് ഇതിനെല്ലാം ഓപ്ഷനിൽ ഒരുവിധം എല്ലാ വൈറസസും കോസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മെയിൻലി കോക്സാക്കി B4 has been incriminated to play a crucial role in the pathogenesis of type 1 diabetes mellitus. The other viruses known to play the role are mumps, cytomegalovirus, Epstein-Barr virus, varicella, and the viruses causing infective hepatitis ആണ് പറയുന്നത്. ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, പെർമിഷ്യസ് അനീമിയ, ഹഡിസൺ ഡിസീസ്. ടൈപ്പ് 1 ആണ്, ടൈപ്പ് 2 അല്ല, ടൈപ്പ് 1. അതിന് വേറെ അസോസിയേഷൻസ് ഉള്ള ഡിസീസസ് എന്ന് പറയുമ്പോൾ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്, പെർമിഷ്യസ് അനീമിയ, ഹഡിസൺസ് ഡിസീസ്. കുറച്ച് വൈറസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെയിൻലി എന്താ DNA വൈറസിനും RNA വൈറസിനും ക്ലാസിഫൈ ചെയ്തിട്ട്. ഇപ്പൊ DNA വൈറസസ് ആണ് ഈ പറയുന്നത്. അഡിനോ വൈറസ്, ഹെർപ്പസ് വൈറസ്, പെപ്പോവ വൈറസ്, ഹ്യൂമൻ എറിത്രോ വൈറസ്, പോക്സ് വൈറസ്. അത് എന്തൊക്കെയാണ് ഹെർപ്പസ് വൈറസിന് കീഴിൽ എന്തൊക്കെയാണുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കാം. ഡേവിഡ്സണിൽ ഇതിന്റെ ടേബിൾ വളരെ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് 8 ആണ്. എന്ത് നേസോഫാരിഞ്ചൽ കാർസിനോമ ആൻഡ് കാർപോസി സാർക്കോമയെ റിലേറ്റ് ചെയ്ത വൈറസ് ആണ് ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് 8. എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ് ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ്, പെർകിൻസ് ലിംഫോമ. പോക്സ് വൈറസിലാണ് വേരിയോള, മങ്കിപോക്സ്, കൗപോക്സ്, വാക്സീനിയ, ഓഫ് വൈറസ്, മോളിസ്കം കണ്ടേജിയോസ് ഒക്കെ. RNA വൈറസ് കുറെ ഉണ്ട്. പിക്കോർണ വൈറസ്, അതാണ് പോളിയോ വൈറസ്, കോക്സാക്കി വൈറസ്. മേ ബി അതുകൊണ്ടായിരിക്കും പോളിയോ കോസ് ചെയ്യുന്നു പറയുന്നുണ്ടായിരിക്കാം. പിക്കോർണ വൈറസ് പെടുന്നതുകൊണ്ട്. പിക്കോർണ വൈറസ്, കോക്സാക്കി വൈറസ്, എക്കോ വൈറസ്, എംബ്രോ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, റൈനോ. ഹെപ്പറ്റൈറ്റിസ് എ പറഞ്ഞാൽ പിക്കോർണ വൈറസ് ആണ്. അത് ഓർത്തേക്കാം. എപ്പോഴോ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴോ കണ്ടിരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ പിക്കോർണ വൈറസ് ആണ്. റിയോ വൈറസിലാണ് റോട്ട വൈറസ് വരുന്നത്. ടോഗ വൈറസ് ആണ് റൂബെല്ല വൈറസ്.
ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന പോർഷൻസ് ആണ്. ഇതൊക്കെ ഏത് റുബെല്ല വൈറസ്, ടോഗ വൈറസ് ആണ്. ഫ്ലാവി വൈറയിൽ പെടുന്നതാണ് യെല്ലോ ഫീവർ, ഡെങ്കു ഫീവർ, അതർ ആർഗോ വൈറസസ് ഒക്കെ ഏതാണ്? ഫ്ലാവി വൈറസസ്. ഹെപ്പറ്റൈറ്റിസ് സി. ഗുനിയ വൈറസസിലാണ് ഹാൻഡ വൈറസ് വരുന്നത്. നോറോ വൈറസും ഹെപ്പറ്റൈറ്റിസ് സിയും കാൽസി വൈറസിൽ പെടുന്നതാണ്. ഓർത്തോമിക്സോ വൈറസ് ആണ് ഇൻഫ്ലുവൻസ എ ആൻഡ് ബി. മീസൽസ്, മംസ് ഒക്കെ പാരോമിക്സോ വൈറസ് ആണ്. റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസും പാരോമിക്സോ വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഏതാ? ഹെപ്പഡ്ന വൈറസ് ആണ്. ഇപ്പൊ ഈ ഒരു ടേബിളിൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Which of the following is not a viral infection? Rabies, leptospirosis, yellow fever, Japanese encephalitis. ഏതാ? leptospirosis. leptospirosis. Yes, leptospirosis. അതെന്താ leptospirosis എന്താ? Spirochete. And Kawasaki disease present following: strawberry tongue, conjunctivitis, adenopathy, all of them. All of the above. All of them. All of എന്താ കവാസാക്കി ഡിസീസ് എന്ന് പറഞ്ഞാൽ? ലിപ്പോക്യൂട്ടേനിയസ് lymph node syndrome ആണ്. അതിന് മെയിൻലി കൺജക്ടൈവിറ്റി 81% മെയിൻലി കൺജക്ടൈവിറ്റീസ് ആയിട്ട് റിസൾട്ട് ചെയ്യാം. ഓറൽ മ്യൂക്കോസ 94% കേസിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ലിംഫ് നോഡ്സ് 83% കേസിൽ ലിംഫ് നോഡ് എഫക്ട് ചെയ്യുന്നുണ്ട്. സ്കിൻ ലീഷൻസ് 92% കേസിൽ കാണാം. ആർത്രൈറ്റിസ് 19% കാണാം. അപ്പൊ അതിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കൊറോണറി ആർട്ടറി അന്യൂറിസംസ് കാണുന്നുണ്ട് കേട്ടോ. അതിന്റെ കോംപ്ലിക്കേഷൻ ഇതാണ്. കറക്റ്റ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കൊറോണറി ആർട്ടറി അന്യൂറിസത്തിലേക്കാണ് ഇത് പോവാ. Which serological test is greater accuracy in endemic fever? Typhoid, NS1 antigen test, viral test, double antigen test. NS1 antigen. പിന്നെ NS1 antigen. പിന്നെ ഇനി എന്തെങ്കിലും ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ടൈഫോയിഡ് ആണ് എൻഡമിക് ഫീവറിനുള്ള ഗ്രേറ്റർ ആന്റിജൻ ടെസ്റ്റ്. Earliest sign of vitamin A deficiency: impairment of dark adaptation process, xerophthalmia, Bitot spot, corneal ulceration. Bitot spot. Impairment of dark Ophthalmia. Impairment of dark adaptation. Option A. ഓപ്ഷൻ എ അതാണ് കേട്ടോ വരിക. ഇമ്പയർമെന്റ് ഓഫ് ഡാർക്ക് അഡാപ്റ്റേഷൻ, നൈറ്റ് ബ്ലൈൻഡ്നെസ് അതാണ് ആദ്യം ഫസ്റ്റ് സിംറ്റംസ്. അതാണ് വിറ്റോട്ട് സ്പോട്ട് ഒക്കെ വരും എപ്പോഴാ? ഡ്രൈനസിലേക്ക് പോകുമ്പോഴേക്കാണ് വിറ്റോട്ട് സ്പോട്ട് ഒക്കെ വരിക. അപ്പൊ ഇമ്പയർമെന്റ് ഓഫ് ഡാർക്ക് അഡാപ്റ്റേഷൻ പ്രോസസ് ആണ് ഏർലിയസ്റ്റ് സൈൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി പറയുന്നത്. Earliest symptoms is night blindness followed by degenerative changes in the retina. Bulbar conjunctiva become dry and rough, grayish, triangular, foamy, raised patches appear. അതാണ് വിറ്റോട്ട് സ്പോട്ട് പറയുന്നത്. വിറ്റോട്ട് സ്പോട്ട് എവിടെയാണ്? ബൾബാർ കൺജക്ടീവയിലാണ് വിറ്റോട്ട് സ്പോട്ട് കാണുന്നത്. അതിൽ ഗ്രേയിഷ്, ട്രയാങ്കുലർ, ഫോമി, റേസ്ഡ് പാച്ചസ് ആണ്. ഫസ്റ്റ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. പിന്നെയാണ് ഡീജനറേറ്റീവ് ചേഞ്ചസിലേക്ക് കടക്കുന്നത്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസിന്റെ ഫസ്റ്റ് സൈൻ പറയുമ്പോൾ ഇൻവയർമെന്റ് ഓഫ് ഡാർക്ക് അഡാപ്റ്റേഷൻ ആണ്. In developing countries, thiamine deficiency is common due to chronic alcoholism, poor diet, diet on polished rice, infantile, beriberi of thiamine deficiency, deficient of mothers. Option C. പിന്നെ any other options? Option A. Alcoholism. പിന്നെ Alcoholism. then Option B. option
സി ഡയറ്റ് ഓൺ പോളിഷ്ഡ് റൈസ് ആണ് ആൻസർ. In developing countries, thiamine deficiency is common due to diet on polished rice. Breastfeed infants delivery കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. 2 to 8 months വരെ breastfeed ആയവർക്ക് breastfeed ചാൻസ് ഉണ്ട്. മെയിൻലി സിംറ്റംസ് എന്തായിരിക്കും? എഡിമ, ഒലിഗൂറിയ ആൻഡ് എഫോണിക് ക്രൈ. ഇൻഫന്റ് ഡെലിവറിയിലെ എഡിമ ഡെലിവറി വരുമ്പോൾ എഡിമ, ഒലിഗൂറിയ ആൻഡ് എഫോണിക് ക്രൈ ആണ് വരിക. നമ്മൾ കുറച്ച് വൈറ്റമിൻസ് നോക്കുകയാണെങ്കിൽ ഫാറ്റ് സോളബിളും ഉണ്ട്, വാട്ടർ സോളബിളും ഉണ്ട്. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ആണ് എ, ഡി, ഇ, കെ. ഇതിന്റെ സോഴ്സസ് പഠിച്ചേക്കണം. അതിൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന എന്തൊക്കെയാണ് ഡിസീസസ്? വൈറ്റമിൻ എ ആണ് സിറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നസ്, കെരാറ്റോമലേഷ്യ, പോളിഫ്ലവർ ഹൈപ്പർ കെരാറ്റോസിസ്, റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ. വൈറ്റമിൻ ഡി ആകുമ്പോൾ റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ. പിന്നെ വൈറ്റമിൻ ഇ, ഹീമോലിറ്റിക് അനീമിയ, അറ്റാക്സിയ. വൈറ്റമിൻ കെ, കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ്. ഇതൊക്കെ പഠിച്ചു വെക്കണം ഏതൊക്കെയാണ്. പിന്നെ ചിലതിന്റെ ഒക്കെ സോഴ്സസ് ഇതൊക്കെ പഠിച്ചു വെക്കണം. ഓർത്ത് വയ്ക്കാം. വൈറ്റമിൻസ് പഠിക്കാൻ മറക്കേണ്ടത് എയും പിന്നെ ഫാറ്റ് സോളബിൾ ഏതാണ്, വാട്ടർ സോളബിൾ ഏതാണ്, അതിന്റെ സോഴ്സ് എന്താണ്, ഏതൊക്കെയാണ് ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രിക്കോസേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണം. എന്തെങ്കിലും ടെസ്റ്റ് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ടെസ്റ്റ് പറയുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി വെക്കണം. In diagnosis of viral gastroenteritis, which is true? For rotavirus, stool for enzyme immunoassay or latex particle agglutination is done. B, for adenovirus, only RT-PCR is done. For norovirus, stool for enzyme immunoassay is done. For sapovirus, latex particle agglutination is done, which is true. Diagnosis of viral gastroenteritis. For rotavirus, stool for enzyme immunoassay or latex particle agglutination is done. ഏതാണ് ഓപ്ഷൻ? Option C. എ ആണ്. For rotavirus, for rotavirus, stool for enzyme immunoassay for latex particle agglutination ആണ് ചെയ്യുന്നത്. Adenovirus polymerase chain reactions for viral DNA antigen detection assay, viral cell culture and serology ഒക്കെ ചെയ്യുന്നത്. ഷില്ലിംഗ് ടെസ്റ്റ് പഠിച്ചത്, പക്ഷെ ഷില്ലിംഗ് ടെസ്റ്റ് ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ. ഷില്ലിംഗ് ടെസ്റ്റ് ഹൈ ലെവൽ ഓഫ് ലേബിൾഡ് വൈറ്റമിൻ B12 ഇൻ യൂറിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നോർമൽ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12 ആണ്. അതെങ്ങനെയാ ചെയ്യുന്നത് ഷില്ലിംഗ് ടെസ്റ്റ്? ഫസ്റ്റ് എന്തായിരിക്കും? ഒരു ഓറലി ലേബിൾഡ് ആയിട്ടുള്ള വൈറ്റമിൻ, റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയിട്ടുള്ള വൈറ്റമിൻ B12 ഇൻജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 1 hour കഴിഞ്ഞിട്ട് അൺലേബിൾഡ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള വൈറ്റമിൻ B12 IV ആയിട്ട് കൊടുക്കും. പിന്നെയാണ് യൂറിൻ എക്സാമിൻ ചെയ്യുക. അത് കൊടുക്കുന്നത് എന്തിനാ വെച്ചാല് അൺലേബിൾഡ് ആയിട്ടുള്ള IV കൊടുക്കുന്നത് എന്തെങ്കിലും ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സെൽസിന്റെ അബ്സോർബ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ യൂറിൻ എക്സാമിൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഈ മൊത്തം റേഡിയോ ആക്റ്റീവ് ലേബൽ ആയിട്ടുള്ളത് മൊത്തം യൂറിനിൽ കൂടി പോയിട്ട് അബ്സോർപ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അബ്സോർപ്ഷൻ കംപ്ലീറ്റ്ലി എന്തായിരിക്കും? മോസ്റ്റ് ഓഫ് ദി റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് വൈറ്റമിൻ B12 യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ, നോർമൽ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇൻജസ്റ്റ് ചെയ്തിട്ട് അബ്സോർബ് ചെയ്ത് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. 24 hours യൂറിൻ കളക്ട് ചെയ്യണം. പക്ഷെ അതിപ്പം ചെയ്യുന്നില്ല. A baby fed on cow's milk is likely to develop rickets, scurvy, beriberi and night blindness. ഏതാണ്? Baby fed on cow's milk only is like to develop. Cow's milk only is developed like to scurvy ആണ് കേട്ടോ. Night blindness. സ്കർവി ആണ്. വൈറ്റമിൻ
Cow milk is particularly deficient in iron and vitamin C. അതുകൊണ്ടാണ് കൗ മിൽക്ക് മാത്രം കൊടുക്കുന്നത് ബേബിക്ക് സ്കർവി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Corpuscular hair is found in deficiency of which nutrient? Calcium, vitamin A, Vitamin A. vitamin C ആണ്. Corpuscular hair, vitamin C. Best diagnostic test during window period of AIDS. Westernburg, rapid test, ELISA, RT-PCR. ഏതായിരിക്കും window period? blood. RT-PCR ആണ്. കാരണം അതിലല്ലേ പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻസ് അല്ലേ, ചെറിയ ബാക്ടീരിയ വൈറൽ എന്തെങ്കിലും ഉണ്ട്, വൈറസ് എന്തെങ്കിലും അതിന്റെ പാർട്ടിക്സ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. വെസ്റ്റേൺബോട്ടൊക്കെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയാലല്ലേ കിട്ടുള്ളൂ. Which organs produce non-inflammatory diarrhea? Staphylococcus aureus. Staphylococcus aureus. Non-inflammatory diarrhea, Staphylococcus aureus ആണ്. വേരിയംസ് ആണോ വേരിയം എനിമയിലൊക്കെ എന്താണ് ഇൻഡിക്കേഷൻസ് എന്നതാണ് അത് നോക്കി വെക്കണം കേട്ടോ. വേരിയം സാലോ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്റ്റിയ, ഹാർട്ട് ബേൺ, ചെസ്റ്റ് പെയിൻ ഒക്കെ ആകും. വേരിയം നീലാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സെൻട്രൽ സ്ട്രക്ചേഴ്സിന്റെ ആണ് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് നോക്കി വെക്കണം. IBS is characterized by acute diarrhea, chronic diarrhea, pseudo-diarrhea, fecal incontinence. ഏതാ? Irritable bowel syndrome. Option D. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ്? Pseudo diarrhea. Option C. ഓപ്ഷൻ സി സ്യൂഡോ ഡയറിയ ആണ് വരെ. കാരണം എന്താ സ്യൂഡോ ഡയറിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്യൂഡോ ഡയറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ഡീഫിക്കേഷൻ എന്ന് പറയും. ഫാസ്റ്റ് സ്റ്റൂൾ മോർ ദാൻ 3 times a day, but total daily stool weight stays normal. അണ്ടർ 300 grams കുറവായിരിക്കും ഉണ്ടാവില്ല. പക്ഷെ ഡയറി എന്നായിരിക്കും എന്തായിരിക്കും? സ്റ്റൂളിന്റെ മാസം കൂടുതലായിരിക്കും. സ്യൂഡോ ഡയറിയ ആൻസൈറ്റി കൊണ്ടൊക്കെ തോന്നുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഡിസയർ കൂടുതലായിരിക്കും, പക്ഷെ തോന്നുന്ന എമൗണ്ട് ഉണ്ടായിരിക്കും. വെയിറ്റ് ഓഫ് ദി സ്റ്റൂൾ നോർമൽ ആയിരിക്കും, അണ്ടർ 300 gram. അതാണ് സ്യൂഡോ ഡയറിയ എന്ന് പറയുന്നത്. അപ്പൊ IBS കൊണ്ടാണ് സ്യൂഡോ ഡയറിയാണ് കാണുന്നത്. റോം 3 criteria for diagnosis of irritable bowel syndrome ഉണ്ട്. എന്താണ്? Recurrent abdominal pain or discomfort on at least 3 days per month in the last 3 months associated with 2 or more of the following. Improvement with the defecation, അല്ലെങ്കിൽ onset associated with the change in frequency of stool, onset associated with a change in form or appearance of the stool. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഇതായിട്ട് റിക്കറന്റ് അബ്ഡോമിനൽ പെയിൻ ഓർ ഡിസ്കംഫർട്ട് ഓൺ അറ്റ്ലീസ്റ്റ് 3 days per month in the last 3 months associated with 2 or more of the following. ഇതാണ് റോംസ് 3 criteria for diagnosis of irritable bowel syndrome എന്ന് പറയുന്നത്. Which is not a relevant gastrointestinal disorder causing unintentional weight loss. Malabsorption, irritable bowel syndrome, inflammatory bowel syndrome, peptic ulcer. ഏതായിരിക്കും? Not a relevant gastrointestinal disorder. Irritable bowel syndrome. Option B, irritable bowel syndrome. Constipation refers to persistent problem. Difficult defecation ആണോ, incomplete defecation ആണോ, infrequent defecation ആണോ? അത് all of the above ആണ്. All of the above. ആണോ? All of the above Difficult ആണോ? defecation. അതാണോ? Difficult ഉറപ്പാ? ആണോ? ഉറപ്പാണോ? Infrequent. Infrequent defecation അതാണോ? All of the above എന്താ ആൻസർ? കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഡിഫിക്കൽട്ട് ഡെഫിക്കേഷൻ ആണ്, ഇൻകംപ്ലീറ്റ് ഡെഫിക്കേഷൻ ആണ്,
ഇതിൽ ഏതും ആവാം കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. Constipation is defined as infrequent passage of hard stool, or patients may also complain of straining, a sensation of straining പറഞ്ഞാൽ difficult ആയി, a sensation of incomplete evacuation, and either perianal or abdominal discomfort. Inherited metabolic liver disease that can progress to cirrhosis is hemochromatosis, Wilson disease, cystic fibrosis, all of the above. All of the above. All of the above. Okay, all of the above. The correct statement about types of gastrointestinal bleeding is or are. ഏതൊക്കെയാണ് gastrointestinal bleeding എന്നാണ് ചോദിക്കുന്നത്. Hematemesis, melena, hematocele, and occult bleeding. ഇതിൽ ഏതാ? Only A. A പറയുന്നത് only 1 and 2. Hematemesis melena മാത്രമേ ഉള്ളൂ. B പറയുന്ന all of the above. എല്ലാം gastrointestinal bleeding ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. C പറയുന്നത് only 1 and 3. ഹെമറ്റോമെസിസും ഹെമറ്റോസിസും. Then D പറയുന്നത് only 1, 3 and 4. That is hematemesis, hematosis, and occult bleeding. ഇതിൽ ഏതാണ് gastrointestinal bleeding? All of the above. All of the above ആണ്. ഹെമറ്റോമെസിസ് എന്ന് പറഞ്ഞാൽ എന്താ? Blood spitting of blood. ബ്ലഡ് സ്പിറ്റിക്കുള്ള വോമിറ്റിംഗ് ആണ്. Then melena എന്താണ്? Blood in stool. ചൂടുള്ള ബ്ലഡ്. ഹെമറ്റോസിസ് എന്താ? ഹെമറ്റോസിസ് എന്താ? പറയൂ. Fresh blood. ഫ്രഷ് ബ്ലഡ് ആണ് ഹെമറ്റോസിസ് പറയുന്നത്. മലീന പറയുമ്പോൾ ഒരു ടാറി ബ്ലഡ് ആയിരിക്കും. Passage of fresh, bright red or maroon blood through the rectum, typically signaling a lower gastrointestinal bleeding. Marina പറഞ്ഞത് describe dark, black, sticky and tarry stool with a foul smell indicating digested blood, usually coming from the upper gastrointestinal tract. ഹെമറ്റോസിസ് അത് ലോവർ ആയിരിക്കും, ലോവർ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്ട് ആയിരിക്കും. മരീന അപ്പർ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്ട് എന്ന് വരുന്ന ബ്ലഡ് ആയിരിക്കും. Which is not a cause of averted umbilicus. Umbilical hernia, Gerstmann disease, obesity, ascites. Obesity. In the intra-abdominal swelling ഒക്കെ വരുന്ന സമയത്താണ് ഇൻവേർട്ട് ചെയ്ത് വരിക അല്ലെ. അതല്ലാത്ത കേസിൽ എങ്ങനെയായിരിക്കും? ഉള്ളിലേക്ക് പോവുക ചെയ്യാം. അപ്പൊ ഇതിലിപ്പോ അതല്ലാത്ത ഒബേസിറ്റി മാത്രമേ ഉള്ളൂ. Estimation of serum ascites albumin gradient is useful for the detection of portal hypertension. Option വിടാൻ പറ്റും. നെഫ്രോട്ടിക് സിൻഡ്രോം ആണോ, പോർട്ടൽ ഹൈപ്പർടെൻഷൻ ആണോ, ഹൈപ്പോതൈറോയിഡ്സ് ആണോ, പാൻക്രിയാറ്റിക് ഡിസീസ് ആണോ? അപ്പം സാഗ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മെയിൻലി അത് യൂസ്ഫുൾ ഫോർ എന്താ ഡിറ്റക്ടിങ് പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അത് എസൈറ്റിസ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. എന്താണ് സബ്സ്ട്രാക്ടിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് സാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ subtracting the concentration of ascites fluid albumin from the serum albumin. Serum albumin ascites fluid albumin minus ചെയ്താൽ കിട്ടുന്നതാണ് സാഗ് എന്ന് പറയുന്നത്. അതിന് ഗ്രേഡിയന്റ് മോർ ദാൻ 11 gram per deciliter, 11 gram per liter or 1.1 gram per deciliter ആയിട്ടുണ്ടെങ്കിൽ എന്താണ് 96% predict ചെയ്യാം ascites is due to portal hypertension. ട്രാൻസ്ലേറ്റ് ആണ് എന്നുള്ളതാണ്. ട്രാൻസ്ലേറ്റ് എക്സ്ട്രേറ്റ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. പിന്നെ അതിപ്പോ ലെസ് ദാൻ 11 gram per deciliter ആണെന്നുണ്ടെങ്കിൽ 11 gram per liter ആണെന്നുണ്ടെങ്കിൽ മെയിൻലി ഇൻഫെക്ഷൻസോ മാലിഗ്നൻസിയോ ഒക്കെ ആയിരിക്കും. TB, മാലിഗ്നൻസി, പാൻക്രിയാറ്റിക് അസൈറ്റിസ് ഒക്കെ ആണെങ്കിൽ അത് എനിക്ക് സാഗ് ലെസ് ദാൻ 11 gram per liter ആയിരിക്കും. ഇത് മോർ ദാൻ 11 gram per liter ആകുമ്പോഴാണ് പോർട്ടൽ ഹൈപ്പർടെൻഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ സാഗ് യൂസ് ചെയ്യുന്നത് ascites പോർട്ടൽ ഹൈപ്പർടെൻഷൻ ആണ്. വേറെ എന്താണ് കോസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് സാഗ്. Combination of diarrhea, steatorrhea, weight loss, migratory large joint arthropathy, fever, eye symptoms, dementia, chest pain, and murmur is found in. Impulse disease ആണ്. Rheumatic fever.
വിപ്പിൾസ് ഡിസീസ് ആണ്. സ്റ്റിയറ്റോറിയ ഉണ്ടല്ലേ, ഡയറിയ, സ്റ്റിയറ്റോറിയ, വെയിറ്റ് ലോസ്, മൈഗ്രേറ്ററി ലാർജ് ജോയിന്റ് ആർത്തോപ്പതി. ആരെങ്കിലും സ്റ്റിയറ്റോറിയ ഉണ്ടോ? ഇല്ലല്ലോ. ഡിമെൻഷ്യ, ഇതൊക്കെയാണ് വിപ്പിൾസ് ഡിസീസ്. And Whipple disease caused by virus, fungus, helminthus or bacteria. Helminthus. ഓർപ്പിക്കട്ടെ, വേറെ ഏതെങ്കിലും ഉണ്ടോ? വൈറസ്, ഫംഗസ്, ഹെൽമിന്തസ് ആൻഡ് ബാക്ടീരിയ. ബാക്ടീരിയ ആണ് കേട്ടോ. ഏത് ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്? Porphyria vipelli. It's a gram-positive bacilli. Porphyria vipelli gram-positive bacteria Porphyria vipelli cause ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. എന്താണ്? വിപ്പിൾസ് ഡിസീസ്. Persistence of HBsAg signifies acute infection, increased infectivity, immunity, chronic infections or carrier stage. Acute infection. Acute infection. Chronic infections or carriers. Sorry. Which serological test is indicated in acute hepatitis B infection? HBsAg, anti-HBC IgM, and HBV DNA. Option HBsAg. All of the above ആണ് കേട്ടോ. ഞാനൊരു ഗ്രാഫ് പിടിച്ചു തരാം. ഇതുണ്ടോ സെക്ഷൻ പറയുമ്പോ ഇതിലെ DNA പറയുന്നില്ല. ഡേവിഡ്സണിലൊരു ബോക്സ് ആണ്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് പറഞ്ഞില്ലേ, എസ്റ്റാബ്ലിഷ്ഡ് ആയ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് HBsAg, anti-HBC IgM, anti-HBC IgG പോസിറ്റീവ് ആയിരിക്കും. നേരത്തെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ആ പെർസിസ്റ്റൻസ് പറയുന്നത് anti-HBs ആണെങ്കിലാണ് ഈ ഗ്രാഫ് ഒന്ന് നോക്കണേ. ഗ്രാഫിലെ ടേബിള് GIT ഉള്ള വേറെ രണ്ട് കണ്ടീഷനാണ് അൾസറേറ്റീവ് കോളൈറ്റിസും ക്രോൺസ് ഡിസീസും വരുന്നത്. ഇതിന് സൈറ്റ് ചോദിക്കാറുണ്ട്, അതിന് സിംറ്റംസ് ചോദിക്കാറുണ്ട്. സ്കിപ്പ് ലീഷൻസ് ഒക്കെ കാണുന്നത് ക്രോൺസ് ഡിസീസിലാണ്. കണ്ടിന്യൂസ് ലീഷൻസ് ആയിരിക്കും അൾസറേറ്റീവ് കോളൈറ്റിസിന് ഉണ്ടാവുന്നത്. പിന്നെ മെയിൻലി അൾസറേറ്റീവ് കോളൈറ്റിസ് ഏതാ നോൺ സ്മോക്കേഴ്സ് ഓർ എക്സ് സ്മോക്കേഴ്സിലായിരിക്കും കാണാം. ക്രോൺസ് ഡിസീസ് കാണുന്നത് സ്മോക്കേഴ്സിലാണ്. കോമൺ സ്മോക്കേഴ്സ് ക്രോൺസ് ഡിസീസ്. Which one of the following is not a common cause of acute pancreatitis? Gallstone, alcohol, post-ERCP, mumps. ഏതാണ്? Gallstones. Not a common cause of acute pancreatitis. Mumps ആണ്. ഇതില് നമ്മളെ പറഞ്ഞ പോലെ ഡേവിഡ്സൺ ഇങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. കോസസ് ഓഫ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ കോമൺ ആൻഡ് റയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കോമൺ 4 കോസസ് ആണ് പറയുന്നത്. ഗോൾഡ് സ്റ്റോൺ, ആൽക്കഹോൾ, ഇഡിയോപ്പതിക് കോസസ് ആൻഡ് പോസ്റ്റ് ERCP. 3 ഇതിലുണ്ട്. ഗോൾഡ് സ്റ്റോൺ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, പോസ്റ്റ് ERCP ഉണ്ട്. അപ്പൊ മംസ് എന്ന് പറയുന്നത് ഏതാ നോക്കിയാൽ കാണാം. അത് റയർ കോസസിലാണ് മംസ് കൊടുത്തിരിക്കുന്നത്. ഇത് 4 കോമൺ കോസസ് ഓഫ് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. ഗോൾഡ് സ്റ്റോൺ, ആൽക്കഹോൾ, ഇഡിയോപ്പതിക് കോസസ് ആൻഡ് പോസ്റ്റ് ERCP.
ഇതിനാണ് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കണം എന്നുള്ളത്. ഡേവിഡ്സണിലുള്ള ഗ്രാഫ് കോളംസ് ആണ് മെയിൻലി ഇതിന് ബോക്സസ് ആണ് കുറെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഡേവിഡ്സൺ ഒന്ന് ജസ്റ്റ് മറിച്ച് നോക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കയ്യിൽ ഈ സോഫ്റ്റ് കോപ്പീസിലൊന്നും ഈ ചില സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആണ്, പഴയ എഡിഷൻ ആയതുകൊണ്ട്. In Crigler-Najjar syndrome, type 1, which of one of the following enzyme completely absent? Glucuronide transferase, gamma-glutamate transcriptase, alanine transaminase, aspartate transaminase. ഏതാണ്? Option A. Option A. ഓപ്ഷൻ Glucuronide glucuronide transferase. Which part of the GIT is mostly affected in celiac disease? Stomach, proximal part of small intestine, distal part of small intestine, terminal ileum. ഇതാണ് പ്രോക്സിമൽ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അബ്സോർപ്ഷൻസ് ഒക്കെ നടക്കുന്നത് മെയിൻലി അവിടെ നിന്നല്ലേ, ഡിയോഡിനൊക്കെയാണ് മെയിൻലി സീലിയാക് ഡിസീസിൽ അഫക്ട് ചെയ്യുന്നത്. Then hallmark of acute kidney injury is increased serum creatinine, elevated BUN, hyponatremia, hyperkalemia. Elevated B. BUN. Elevated bun. എലിവേറ്റഡ് ബണ്ണാണ്. ഈ അക്യൂട്ട് കിഡ്നി ഡിസീസ് പറഞ്ഞാല് 3 ടൈപ്പ് ഉണ്ട് അല്ലെ? ഏതൊക്കെ ഉണ്ട്? പ്രീ റീനൽ ഉണ്ട്, റീനൽ ഉണ്ട്, പോസ്റ്റ് റീനൽ ഉണ്ട്. അതിൽ മെയിൻലി പ്രീ റീനലിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് എലിവേറ്റഡ് ചെയ്യുക. BUN എപ്പോഴും എന്തായിരിക്കും? മോർ ദാൻ 20:1 ആയിരിക്കും റേഷ്യോ, 1:3 ക്രിയാറ്റിനിൻ. ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ വലിയ റൈസ് അതായത് 10:1 to 15:1 വരെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പോസ്റ്റ് റീനൽ ആണെങ്കിൽ ഇനീഷ്യലി റൈസ് ആയിരിക്കും, പിന്നെ ഡ്രോപ്പ് ചെയ്യും. പ്രീ റീനലിന്റെ കോഴ്സ് പഠിക്കണം. റീനലിന്റെ കോഴ്സ് എന്തൊക്കെയാണ്? പോസ്റ്റ് റീനൽ എന്താണ്, പിന്നെ അതിന് അണ്ടർലൈൻ മെക്കാനിസം ഉണ്ട്. പ്രീ റീനൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കുറയുന്നത് കാരണം സിവിയർ ഡീഹൈഡ്രേഷൻ, ഹെവി ബ്ലീഡിങ്, ഹാർട്ട് ഫെയിലർ ഒക്കെ വന്നിട്ട് ബ്ലഡ് കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ വരുന്നതാണ് പ്രീ റീനൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി പറഞ്ഞത്. ദെൻ പിന്നെ ഇൻട്രിൻസിക് പറയുമ്പോൾ ഡയറക്റ്റ് ഡാമേജ് ടു കിഡ്നി ട്യൂബുകളാണ്. പിന്നെ മറ്റേത് റീനൽ കാൽക്കുലി അതുപോലത്തെ ഒക്കെ വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ വരുന്നതുകൊണ്ടാണ് ബാക്കപ്പ് വന്നിട്ടാണ് പോസ്റ്റ് റീനൽ വരുന്നത്. Then acute glomerulonephritis or acute nephritic syndrome is not comprised of hematuria, hypertension, massive proteinuria, edema. Edema. ഇത് മാസീവ് പ്രോട്ടീനൂറിയ ആണ് കേട്ടോ പറയുന്നത്. പ്രോട്ടീനൂറിയ പറയുന്നുണ്ടെങ്കിൽ മാസീവ് പ്രോട്ടീനൂറിയ പ്രസന്റ് അല്ല എന്നാ പറയുന്നത്. ഇങ്ങനൊരു സെന്റൻസ് പറയുന്നത് മീൻസ് നമ്മൾ സിംറ്റംസ് നോക്കുമ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്. മീൻസ് അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹെമറ്റൂറിയ, ഹൈപ്പർടെൻഷൻ, റെഡ് ബ്ലഡ് സെൽ കാസ്റ്റ്, ഫ്ലൂയിഡ് റിട്ടൻഷൻ ഒക്കെ എഡിമണ്ട് ആൻഡ് സംടൈംസ് റീനൽ ഫെയിലർ, പ്രോട്ടീനൂറിയ, എലിയൂറിയ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ വേറെ ഒരു സ്ഥലത്ത് പറയുന്നത് എങ്ങനെയാണ്? എനി പേഷ്യന്റ് പ്രസന്റിംഗ് വിത്ത് അബ്രപ്റ്റ് ഓൺസെറ്റ് ഓഫ് പഫിനെസ് ഓഫ് ഫേസ് അപ്പൊ എഡിമയായി. ഒലിഗൂറിയ, ഹെമറ്റൂറിയ, ഹൈപ്പർടെൻഷൻ ആൻഡ് എഡിമ ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് ടു എക്സ്ക്ലൂഡ് അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിലെന്താ പ്രോട്ടീനൂറിയ പറയുന്നില്ല. മെയിൻലി അപ്പൊ ഇതാണ് പ്രോട്ടീനൂറിയ. നെക്സ്റ്റ് നെഫ്രോട്ടിക്കിലേക്ക് കുറച്ചുകൂടി വരുമ്പോഴാണ് വരുന്നത്. ഫസ്റ്റ് എഡിമയും ഒലിഗൂറിയ, ഹെമറ്റൂറിയ ആൻഡ് ഹൈപ്പർടെൻഷൻ ആണ് മെയിൻലി നെഫ്രൈറ്റിക് അക്യൂട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം വരുമ്പോൾ പറയുന്നത്. Causes of pigmentary skin changes of chronic renal failure, increased cortisol ഉണ്ട്, elevated level of beta MSH ആണോ, increased urochromes and carotene levels, increased hemosiderin deposition due to blood cell destruction ആണ്. വന്നുപോയി. ഓപ്ഷൻ ബി ആണ്. ഏതൊക്കെയാണ് കോസസ് ഓഫ് പിഗ്മെന്ററി സ്കിൻ ചേഞ്ചസ് ഇൻ ക്രോണിക് റീനൽ ഫെയിലർ പറയുന്നത്? ബി ആണ്. 2, 3 and 4. 2 പറയുന്ന ഏതാണ്? ഇലവേറ്റഡ് ലെവൽസ് ഓഫ് beta melanocyte stimulating hormone, then increased urochromes and carotene levels, then increased hemosiderin deposition due to blood cell destruction. ഇത് മൂന്നാണെന്നാണ് പറയുന്നത്. അപ്പം ഹൈ ലെവൽസ് ഓഫ് beta melanocyte stimulating hormone stimulate epidermal melanocytes to increase melanin production that causing generalized hyperpigmentation. Then retention of yellow-brown urochrome pigments and carotenoids creates a characteristic sallow yellowish brown skin discoloration. ഇതിന്റെ മെയിൻലി ഇതിൽ പറഞ്ഞ കുറച്ച് സിംറ്റംസ് ആണ്. ഗേൾസ് ഡിസീസ് എന്ന് പറയുമ്പോൾ പ്രൂറൈറ്റിക് ഹൈപ്പർ കെരാറ്റോട്ടിക് പാപ്പുലർ ഇറപ്ഷൻസ് ഒക്കേഴ്സ് ഇൻ ഡയബറ്റീസ്.
Precipitations of urea on surface of the skin give rise to uremic frost. പിന്നെ ഹാഫ് ആൻഡ് ഹാഫ് നെയിൽസ്, അത് രണ്ട് മീൻസ് ലിവർ ഫെയിലർ എന്ന് പറയുന്നത് ഹാഫ് ആൻഡ് ഹാഫ് നെയിൽസ്. Then conjunctival depositions of conjunctival deposition ആണ് uremic red eye. Deposition of calcium as a band in the lamina propria of the corneal വന്നിട്ടുണ്ടെങ്കിൽ band keratopathy കോസ്. ബാൻഡ് കെരാറ്റോപ്പതിയിൽ എവിടെ ഡെപ്പോസിഷൻ വരുന്നത്? ഡെപ്പോസിഷൻ ഓഫ് കാൽസ്യം ഇൻ ദി ലാമിന പ്രോപ്രിയ ഓഫ് ദി കോർണിയാണ്. യൂറിമിക് റെഡ് ഐ ആകുമ്പോൾ അത് എവിടെയാണ് വരുന്നത്? ഡെപ്പോസിഷൻ എവിടെയാണ് മെയിൻലി വരുന്നത്? കൺജക്റ്റൈവൽ ഡെപ്പോസിഷൻ ഓഫ് ദി കാൽഷ്യം ആണ് യൂറിമിക് റെഡ് ഐയിലുള്ളത്. ഇതൊക്കെ റീനൽ ഫെയിലർ, ക്രോണിക് റീനൽ ഫെയിലറിന്റെ ഫീച്ചേഴ്സ് ആണ് നോട്ട് വെച്ചത്. Nephrocalcinosis is accompanies complications of all conditions except high sodium excretion, polycystic kidney, medullary sponge kidneys, renal tubular acidosis. ഏതാണ്? Nephrocalcinosis is a complications of all conditions except high sodium excretion, polycystic kidney disease, medullary sponge kidneys, renal tubular acidosis. Polycystic. ഹലോ, ഏതാ? Yes, say. Polycystic kidney. Polycystic kidney. Polycystic kidneys. എന്തുകൊണ്ടാ അത് പറഞ്ഞേ? അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് കൊടുക്കുന്ന സംഭവത്തിൽ ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. പി സി കെ ഇല്ല. നമ്മൾ പഠിക്കുന്നില്ല പോളിസിസ്റ്റിക് കിഡ്നിയിൽ നമ്മൾ റിക്കറന്റ് ആയിട്ട് സ്റ്റോൺ വരുന്നൊക്കെ പഠിക്കുന്നില്ല. മീൻസ് ഇത് ലെഫ്രോകാൽസിനോസിസ് ആയതുകൊണ്ടായിരിക്കും ഈ ഓപ്ഷൻ വന്നത്. പാരൻകൈമയിലാണ് ലെഫ്രോകാൽസിനോസിസ് വരുന്നത്. ഹൈ സോഡിയം എക്സ്ക്രീഷൻ, മെഡുലറി സ്പോഞ്ച് കിഡ്നി, റീനൽ ട്യൂബുലാർ അസിഡോസിസ്, ഇതൊക്കെയാണ് ഇതിന്റെ കോഴ്സ് പറയുന്നത്. കാണുന്നുണ്ടോ ഈ ബോക്സ്? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് മാം. Then single most common cause of chronic renal failure: hypertension, diabetic nephropathy, glomerular disease, drug induced. B. Diabetic nephropathy. ഡയബറ്റിക് നെഫ്രോപ്പതി ആണ്. ഇതും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡയബറ്റീസ് മാത്രം 20-40%. ഇൻഡസ്ട്രീഷ്യൽ ഡിസീസ്, ഇൻഡസ്ട്രീഷ്യൽ കിഡ്നി ഡിസീസ് മാത്രം, അത് മൊത്തം എത്ര ഉണ്ട്? 20-30%. അത് 20-40%. Glomerular disease 10-20%. Hypertension 5-20%. One of the following is not a characteristic feature of acute nephritic syndrome: edema, hematuria, proteinuria. ഇതിൽ പറയുന്നതിൽ പ്രോട്ടീനുറിയ അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. ഹൈപ്പോടെൻഷൻ എന്നുള്ള ഇതുള്ളതുകൊണ്ടായിരിക്കും നമുക്ക് മോസ്റ്റ് കറക്റ്റ് ആൻസർ ആണല്ലോ എഴുതേണ്ടത്. അതുകൊണ്ടാണ് നേരത്തെ പ്രോട്ടീനുറിയ വന്നത്. എഡിമ, ഹെമറ്റൂറിയ, പ്രോട്ടീനുറിയ, ഹൈപ്പോടെൻഷൻ. എന്താ പറയുക? ഹൈപ്പർ ടെൻഷൻ അല്ലേ? അപ്പൊ ഹൈപ്പോടെൻഷൻ ആണ് ഇതിന്റെ ആൻസർ. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഹൈപ്പോടെൻഷൻ. Which one among the following is not a characteristic feature of membranous nephropathy? More common in adult, diffuse and uniform, not a characteristic feature of membranous nephropathy. More common in adult, diffuse and uniform thickening of glomerular basement membrane. No circulating autoantibodies are present. Renal vein thrombosis is a common complication. Correct option. No circulating, means അല്ലാത്തതാണ് no circulating autoantibodies present. അഡൽട്ടിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഡിഫ്യൂസ് ആൻഡ് യൂണിഫോം തിക്കനിങ് ഓഫ് ദി ഗ്ലോമറുലർ ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ട്. റീനൽ വെയിൻ ത്രോംബോസിസ് ആയ കോംപ്ലിക്കേഷൻ ആയിട്ട് കാണുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതിൽ മെംബ്രെയിനസ് നെഫ്രോപ്പതി പറയുന്നത് തിക്കനിങ് ഓഫ് glomerular basement membrane progressing to increased matrix deposition and glomerular sclerosis. So, ഇത് പറയുന്നത് ആന്റിബോഡീസ് ടു പോഡോസൈറ്റ് സർഫേസ് ആന്റിജൻ പ്രസന്റ് ആണ്. കോമൺ കോസ് ഓഫ് അഡൽട്ട് ഇഡിയോപ്പതിക് നെക്രോട്ടിക് സിൻഡ്രോം. ആന്റിബോഡീസ് പ്രസന്റ് ആണ്. പിന്നെ നെഫ്രോട്ടിക് പ്രസന്റേഷനിൽ മെയിൻലി
ഫസ്റ്റ് മിനിമൽ ചേഞ്ചിലാണ്. മിനിമൽ ചേഞ്ചിൽ എന്താ നമുക്ക് കാണാം, അതിൽ പോഡോസൈറ്റിൽ ജസ്റ്റ് ഒരു മീൻസ് സിവിയർ ലീഷൻസ് ഒന്നും കാണൂല. ഫ്യൂഷൻ ഓഫ് പോഡോസൈറ്റ് ഫുഡ് പ്രോസസ്സിലെ ഫ്യൂഷൻ മാത്രമേ മിനിമൽ ചേഞ്ചിൽ കാണുള്ളൂ. ഏതൊക്കെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ തറവാക്കി പഠിച്ചു വെക്കണേ. നെഫ്രോട്ടിക് സിൻഡ്രോമിന്റെ മിനിമൽ ചേഞ്ച്, ഫോക്കൽ സെഗ്മെന്റൽ സ്ക്ലെറോസിസ്, മെംബ്രേനിയസ് നെഫ്രോപ്പതി, ഇതൊക്കെ എന്താണ് അതിന്റെ പത്തോളജി അതിന്റെ ഇതൊക്കെ എന്തൊക്കെയാണ് അവിടെ ചേഞ്ചസ് ഉണ്ടാവുന്നത്, കാര്യങ്ങൾ തറവായിരിക്കണം. മാച്ച് ദി ഫോളോയിങ്. ഏതൊക്കെ ഡിസീസിലുള്ള ക്രിസ്റ്റൽസ് ഒക്കെ ഇതൊക്കെയാണ്: ഗൗട്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, കോൺട്രോകാൽസിനോസിസ്. കാൽഷ്യം പൈറോഫോസ്ഫേറ്റ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓപ്ഷൻ എന്നാല് ഗൗട്ട്, ടോഫി, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്റ്റെറൈൽ സൈനോവൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സ്പാനിഷ് ഫോർമേഷൻ, കോൺട്രോകാൽസിനോസിസ്, കാൽഷ്യം പൈറോഫോസ്ഫേറ്റ്. അതാണ് വരുന്നത്. ഗൗട്ട് വരുന്നത് ടോഫി, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ് സ്റ്റെറൈൽ സൈനോവൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സ്പാനിഷ് ഫോർമേഷൻ, കോൺട്രോകാൽസിനോസിസ്, കാൽഷ്യം പൈറോഫോസ്ഫേറ്റ്. Which is not associated with the systemic sclerosis. Crust syndrome, HLA-B27 positive, into the mouse-like facies ആണ്. Salt and pepper skin, അവരുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. Salt and pepper. Not associated with the systemic sclerosis. Mouse facies. Any other options? HLA-B27 ആണ് ഇവര്. ഇതിൽ HLA DR8 അങ്ങനെ കുറച്ച് HLA അസോസിയേഷൻ അതൊക്കെയാണ് വരുന്നത്. B27 അല്ല. ക്രസ്റ്റ് സിൻഡ്രോം ഉണ്ട്, അതിനൊരു ടൈപ്പ് ആണ് അല്ലെ. സിസ്റ്റമിക് സ്ക്ലിറോസിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു ടൈപ്പ് ആണ് ക്രസ്റ്റ് സിൻഡ്രോം പറയുന്നത്. പിന്നെ മൗസ് ഹെഡ് ഫേഷ്യസ്, മൗസ് ഹെഡ് എന്നാണ് അവർ പറയാം. അത് മൈക്രോസ്കോമിയൊക്കെ ആയിട്ടുള്ളൊരു ഇത് വരുന്നത്. സാൾട്ട് ആൻഡ് പെപ്പർ സ്കിന്നും വരുന്നുണ്ട് സിസ്റ്റമിക് സ്ക്ലിറോസിസ്. അപ്പൊ ഇതൊക്കെയാണ് സിസ്റ്റമിക് സ്ക്ലിറോസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഹൈഡ് ബൗണ്ട് ഓർ നോൺ പിഞ്ചബിൾ സ്കിൻ ആയിരിക്കും. കാരണം ഫസ്റ്റ് ഇതിന്റെ ലീഷനിൽ എന്തായിരിക്കും വാസ്കുലൈറ്റിസ് വന്ന് എഡിമ വരും. ഫസ്റ്റ് എഡിമ വരും, പിന്നെ എഡിമ മാറിയിട്ട് എന്തെങ്കിലും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ലോസ് ചെയ്ത് വരും. അങ്ങനെയാണ് ഈ ഹൈഡ് ബൗണ്ട് സ്കിൻ ഓർ നോൺ പിഞ്ചബിൾ തിക്കായി അൺഇലാസ്റ്റിക് ആയി മാറും. അതായത് ഹൈഡ് ബൗണ്ട് സ്കിൻ ഓർ നോൺ പിഞ്ചബിൾ സ്കിൻ മാറും. പിന്നെ അപ്പൻഡേജസ് ഒക്കെ ലോസ് ചെയ്യും, കാരണം സ്കിന്നും അതൊക്കെ പോകും. പിന്നെ എന്തായിരിക്കും പിന്നത്തെ ചേഞ്ചസ് ആണ് അഫക്ഷൻസ് ഓഫ് ദി ഫേസ് ഗീവ് റൈസ് ടു മൗസ് ഹെഡ് അപ്പിയറൻസ്. മൗസ് ഹെഡ് അപ്പിയറൻസ് ഉണ്ടാവുന്നത് ഏതാണ്? സിസ്റ്റമിക് സ്ക്ലിറോസിസ് ആണ്. അപ്പിയറൻസ് വിത്ത് എന്തായിരിക്കും? മൈക്രോസ്റ്റോമിയ, വീക്കഡ് നോസ്, മാസ്ക് ലൈക്ക് എക്സ്പ്രഷൻ ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ ഓപ്പണിംഗ് ദി മൗത്ത്. അവിടുത്തെ ഫേസിലെ സ്കിന്നിന്റെ എന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി ലോസ് ചെയ്യില്ലേ? അങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്. വീക്കഡ് നോസ് വരും, മാസ്ക് ലൈക്ക് എക്സ്പ്രഷൻസ് ആയിരിക്കും, ഡിഫിക്കൽറ്റി ഇൻ ഓപ്പണിംഗ് ദി മൗത്ത്. Then pigmentary changes develop over the extremities and the anterior chest wall. എക്സ്ട്രിമിറ്റീസിലും ആന്റീരിയർ ചെസ്റ്റ് വാളിലാണ് മെയിൻലി പിഗ്മെന്ററി ലീഷൻസ് വന്നിട്ട് അതിനാണ് എന്താ ഹൈപ്പർ ആൻഡ് ഹൈപ്പോ പിഗ്മെന്റഡ് സ്പോട്സ് കാണും. അതാണ് സോൾട്ട് ആൻഡ് പെപ്പർ സ്കിൻ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ടിലൻജക്ടേഷ്യ ഓവർ ദി ഫിംഗേഴ്സ്, പാംസ്, ഫേസ്, ലിപ്പ് ആൻഡ് ടങ്. പിന്നെ ടൈറ്റ് എട്രോഫിക് സ്കിൻ ഈസ് പെർട്ടിക്കുലർലി വൾണറബിൾ ടു ട്രോമ, പെയിൻഫുൾ, അൺഹീലിംഗ്. പിന്നെ അൾസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മറക്കണ്ട. സോൾട്ട് ആൻഡ് പെപ്പർ സ്കിൻ ഉണ്ട്, മൗസ് ഹെഡ് അപ്പിയറൻസ് ഉണ്ട്, മാസ്ക് ലൈക്ക് ഫേഷ്യസ് ഉണ്ട്, ഹൈഡ് ബൗണ്ട് ആൻഡ് നോൺ പിഞ്ചബിൾ സ്കിൻ ആയിരിക്കും. ഇത്രയും കാര്യം. പിന്നെ ക്രസ്റ്റ് സിൻഡ്രോം. സ്ക്ലിറോസിന്റെ ക്ലാസിഫിക്കേഷനിലാണ് എന്തൊക്കെ ഉണ്ട്? ലോക്കലൈസ്ഡ് സ്ക്ലിറോഡെർമിക് ആണ് എന്താ? മോർഫിയ എന്ന് പറയും. മോർഫിയ ഓർ ലോക്കലൈസ്ഡ് സ്ക്ലിറോഡെർമിക് ആണ് മോർഫിയ എന്ന് പറയുന്നത്. അതിലെന്തായിരിക്കും? ദ ലീഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ ലോക്കലൈസ്ഡ് ഏരിയ ഓൺ ദി സ്കിൻ. അതാണ് മോർഫിയ. സ്കിന്നിലാണ് ക്യൂട്ടേനിയസ് ഫോം ആണ് മെയിൻലി മോർഫിയ. ദെൻ ലീനിയർ സ്ക്ലിറോഡെർമ എന്ന് പറയുമ്പോൾ skin involvement is linear. It leads to atrophy of the underlying tissues.
In the face, it gives a characteristic appearance. Then disseminated morphine and multiple skin lesions ഉണ്ടായിരിക്കും. But systemic involvement is minimal or absent ആയിരിക്കും disseminated morphine. Then crust syndrome പറയുമ്പോൾ എന്തൊക്കെയാണ്? It consists of calcification of subcutaneous tissue, അതായത് calcinosis. Subcutaneous tissue calcification, Raynaud's phenomenon, esophageal hypomobility and sclerodactyly and telangiectasia. ഇതാണ് crust syndrome components. ഇതൊക്കെ ഉണ്ടായിരിക്കും consist of calcification of subcutaneous tissue, Raynaud's phenomenon, esophageal hypomobility, sclerodactyly and telangiectasia. ഇതൊക്കെ അടങ്ങിയതാണ് crust syndrome. It's a type of sclerosis ആണ്. Then progressive systemic sclerosis. അത് വരുമ്പോഴേക്ക് systemic manifestations ഒക്കെ വരുന്നത് progressive systemic sclerosis ലേക്ക് എത്തുന്നതാണ്. That is progressive involvement of skin and other internal organ leading to systemic manifestation. This carries the worst prognosis. അപ്പോൾ morphea crust syndrome organ. It's a type of sclerosis ആണ്. morphea localized cutaneous lesions ആണ് കാണുന്നത്. Disseminated morphine ആവുന്നത് സ്കിൻ ലീഷൻ സിസ്റ്റമിക് ഇൻവോൾവ്മെന്റ് കുറവായിരിക്കും, ഓബ്സെന്റ് ഓർ മിനിമൽ ആയിരിക്കും. Then the next question. Morning stiffness does not persist for less than 1 hour in rheumatoid arthritis, ankylosing spondylitis, psoriatic arthritis and osteoarthritis. ഏതിലാ? Morning stiffness does not persist for less than 1 hour. പോയോ? പിന്നെ only 1, 2 and 3, only 2, 3 and 4, only 4. Option D. Option D. Osteoarthritis. ഓപ്ഷൻ ബി ആണ് കേട്ടോ. നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലൊക്കെ ഇതായിരിക്കും വരിക, ലെസ് ദാൻ 1 hour ആയിരിക്കും വരിക. ankylosing spondylitis, psoriatic arthritis and osteoarthritis. All of the following are seropositive conditions except Sjogren syndrome, rheumatoid arthritis, Kala-Azar, psoriasis. ഓപ്ഷൻ ഡി ആണ്. കലാസർ എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയാം, ബാക്കിയെല്ലാം ഓക്കെ ആണ്. കലാസർ മാത്രം ഞാൻ റെഫർ ചെയ്തിട്ട് എനിക്ക് വേറെ കലാസറിന് നോക്കിയിട്ട് എനിക്ക് റെഫർ ചെയ്തിട്ട് എവിടെയും കിട്ടിയിട്ടില്ല ആ ഒരു ഓപ്ഷൻ സീറോ പോസിറ്റീവ് ആണെന്നുള്ളത്. സോറിയാസിസ് സീറോ നെഗറ്റീവിലാണുള്ളത്, പക്ഷെ ഈ കാലാസറിന്റെ എവിടെയാണ് പറയുന്നത്, എങ്ങനെയാണ് മീൻസ് നമ്മുടെ ബുക്സിലൊന്നും, നമ്മുടെ ഒതന്റിക്കായ ബുക്സിലൊന്നും കാലാസറിന്റെ കാര്യം കാണുന്നില്ല സീറോ പോസിറ്റീവ് ആണോ എന്നുള്ളത്. എന്താണ് സീറോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Absence of serological markers characteristic of connective tissue disease. അത് മേ ബി എഫക്ഷൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക, അറിയില്ല. എവിടെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ട് ഈ കാലാസറിന്റെ സെറോ പോസിറ്റീവ് ആണെന്നുള്ള എവിടെയെങ്കിലും എന്തെങ്കിലും റെഫറൻസ് അറിയോ ആർക്കെങ്കിലും? No, ma'am. ഹലോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാലാസർ സീറോ പോസിറ്റീവ് ആണെന്നുള്ളത് ഏതെങ്കിലും ബുക്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒന്ന് നോക്കണേ, റെഫർ ചെയ്യണേ, ഗ്രൂപ്പിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഇതിന് ഞാൻ മാക്സിമം നോക്കി, ഇനി ഓപ്ഷനിലുള്ള മിസ്റ്റേക്ക് ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല. സെറോനെഗറ്റീവ് ഇൻഫ്ലമേറ്ററി ആർത്രോപ്പതിയിൽ മെയിൻലി പറഞ്ഞ ആംഗലോസിക് സ്പോണ്ടൈലൈറ്റിസ്, എൻട്രോപ്പതിക് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രോപ്പതീസ് ആൻഡ് റീറ്റേഴ്സ് സിൻഡ്രോം, ഇത്രയാണ് സെറോനെഗറ്റീവ് ഇൻഫ്ലമേറ്ററി ആർത്രോപ്പതിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ അത് പറയുന്നത് വെച്ചാൽ ആബ്സെൻസ് ഓഫ് സെറോളജിക്കൽ മാർക്കേഴ്സ് characteristics of connective tissue disease. Then rheumatoid arthritis has the following deformity: flat feet, telescopic digit, penicillin cup deformity. Has the following deformity. Option D, flat feet.
rheumatoid arthritis has the following deformity. ഫ്ലാറ്റ് ഫീറ്റ് ആണ് കേട്ടോ അതിനകത്ത്. മീൻസ് മോസ്റ്റ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ഫീറ്റ് ആണ്. ജീനോ വാലിസ് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ അത് കോമൺ ആയിട്ട് വരുന്നില്ല. ഫ്ലാറ്റ് ഫീറ്റ് ആണ് ഇതിന്റെ മോസ്റ്റ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ ടെലിസ്കോപ്പിക് ഡിജിറ്റും പെൻസിലിൻ കപ്പ് ഡിഫോമിറ്റി എല്ലാം കാണുന്നത് ആർത്രപ്പതിയിലാണ് ടെലിസ്കോപ്പിക് ഡിജിറ്റും പെൻസിലിൻ കപ്പ് ഡിഫോമിറ്റിയും കാണുന്നത്. ഞാൻ ഈ ഹാസ് എന്ന് പറയാം, ഞാൻ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പം നോട്ടാണ് വിചാരിച്ചത്. എനിക്ക് ഇതിൽ ആകെ ഞാൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. പിന്നെയും വായിച്ചപ്പോഴാണ് ഈ ഹാസ് കണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തെറ്റിപ്പോയത് നോട്ടാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചില ഓപ്ഷൻസ് കാണുമ്പോഴേ കൺഫ്യൂഷൻ അടിക്കരുത്. അപ്പൊ അറയിൽ കാണുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണെന്ന് നോക്കുക. പെട്ടെന്ന് ഡിഫോമിറ്റി ഉണ്ട്, അതെന്താന്ന് ഫ്ലെക്ഷൻ ഓഫ് പ്രോക്സിമൽ, അത് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം കേട്ടോ. ഓപ്ഷനിൽ തിരിച്ചു തരും. ഫ്ലെക്ഷൻ ഓഫ് പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് ആൻഡ് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദി ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് ആണ് ഈ പട്ടണയർ ഡിഫോമിറ്റി ഓർ ബട്ടൺ ഫോൾ ഡിഫോമിറ്റി പറയുന്നത്. പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സിന്റെ ഫ്ലെക്ഷനും ഡിസ്റ്റൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സിന്റെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ആണ് ബട്ടണയർ ഡിഫോമിറ്റി. ആറയിലാണ് കാണുന്നത്. ഡ്രോപ്ഡ് ഫിംഗേഴ്സ് ഉണ്ടായിരിക്കും. ഏതാണ് തമ്പിന്റെ സെഡ് ഷേപ്ഡ് ഡിഫോമിറ്റി ആണ് ഹിച്ച് ഹൈക്കേഴ്സ് തമ്പ്, അത് ആറയിലാണ് കാണുന്നത്. ദെൻ ബേക്കേഴ്സിസ്റ്റ് കാണാം, കോംപ്ലീറ്റ്ലി ഫോസൈലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ് ആണ്. ഹാമർ ടോ ഉണ്ട്. ഫ്ലെക്ഷൻ അറ്റ് ദി പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സ് ആൻഡ് ഹൈപ്പർ എക്സ്റ്റൻഷൻ അറ്റ് ദി മെറ്റാടാർസോ ഫലാഞ്ചൽ ജോയിന്റ്. അതാണ് ഹാമർ ടോയിൽ കാണുന്നത്. അതാണ് ഫ്ലെക്ഷൻ ഓഫ് ദി പ്രോക്സിമൽ ഇന്റർഫലാഞ്ചൽ ജോയിന്റ് ആൻഡ് ഹൈപ്പർ എക്സ്റ്റൻഷൻ അറ്റ് ദി മെറ്റാടാർസോ ഫലാഞ്ചൽ ജോയിന്റ്. അതാണ് ഹാമർ ടോ. ദെൻ ഹാലസ് വാൾഗസ്, അതായത് ലാറ്ററൽ ഡീവിയേഷൻ ഓഫ് ദി ബിഗ് ടോ. Lateral deviation of the big toe, Hallis valgus. Then flat foot. Flat foot പറയുമ്പോൾ the arches of the feet may be lost due to affections of the joints and ligament. Flat foot, Hallis valgus, hammer toe, baker's cyst, hitchhiker's thumb, dropped fingers, buttoner deformity. ഇതൊന്നും മറക്കരുത്, ആറേഴ് ഡിഫോമിറ്റീസ്. Then complaints of pain all over persist most of the day on most days, at least 3 months, is found in ഓപ്ഷൻ സി. പിന്നെ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ്? Pain all over persist most of the day on most days for at least 3 months. ഫൈബ്രോമയാൾജി ആണ്. ഫൈബ്രോമയാൾജി. HLA-B27 is associated with reactive arthritis, irritable bowel syndrome, hypertrophic pulmonary osteoarthropathy, ankylosing spondylitis. ഓപ്ഷൻ ഡി. Reactive arthritis, ankylosing spondylitis. പിന്നെ 1 and 4 D. 1 and 4 ആണ് കേട്ടോ. HLA ആ റിലേഷൻസ് ഏതൊക്കെയുള്ള HLA-B27 അസോസിയേറ്റ് ചെയ്ത ഡിസീസ് നമുക്ക് പഠിച്ചു വെക്കണേ. Which is not found in Feltis syndrome? Splenomegaly, nodular RA, neutropenia, thrombocytopenia. ത്രോംബോസൈറ്റോപീനിയ. പിന്നെ Thrombocytopenia. ഉറപ്പാ? ഓക്കെ. ത്രോംബോസൈറ്റോപീനിയ. ഫെൽറ്റിസ് സിൻഡ്രോം എന്താണ്? സ്പ്ലീനോമെഗാലി, നോഡുലാർ RA ആൻഡ് ന്യൂട്രോപീനിയന്റെ അതടങ്ങിയ സിൻഡ്രോം ആണ്. ത്രോംബോസൈറ്റോപീനിയാണ് ആൻസർ. Definitive diagnosis for acute gout is radiography, raised uric acid level, raised serum creatinine, needle aspiration of joint or coffee. D. Needless B. ഏതൊക്കെയാണ്? ഡി. പിന്നെ ഏതാണുള്ളത്? ബിയോ? ബി. പിന്നെ ഇനി അതാ
Raised uric acid level. B. ഡി ആണ് കേട്ടോ ആൻസർ. നീഡിൽ ആസ്പിറേഷൻ ഓഫ് ജോയിന്റ്സ് ഓർ കോഫിംഗ്. അപ്പൊ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് ഓഫ് അക്യൂട്ട് ഗൗട്ട് എന്താണ്? നീഡിൽ ആസ്പിറേഷൻ ഓഫ് ജോയിന്റ്സ് ഓർ കോഫി ആണ് വരും. ഇതിലുള്ള പൊഡാഗ്ര എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കുന്നത് അക്യൂട്ട് ഗൗട്ടിലാണ്. ടേം പൊഡാഗ്ര denotes painful affections of the foot occurring as a result of metatarsalophalangeal arthritis. പൊഡാഗ്ര ഏതിനാ? ഗൗട്ടിലാണെന്നുള്ള ഓർത്തേക്കാം. ഇതൊക്കെ നമുക്ക് ഈസി ആയി തോന്നുമെങ്കിൽ ചിലപ്പോൾ അതൊക്കെ തെറ്റിച്ചേക്കാറുണ്ട്. In rheumatology, reduction in C3 component level suggests acute rheumatoid arthritis, anti-SLE, ankylosing spondylitis, none of it. The option B SLE ആണ്. ആക്റ്റീവ് SLE. ആക്റ്റീവ് SLE C3 components level reduced ആയിരിക്കും. The most frequent hematological manifestation of SLE is anemia ആണോ, thrombocytopenia ആണോ, granulocytopenia ആണോ? Anemia ആണ് most frequent hematological manifestation. Most frequent ആണ്. Most frequent നോക്കണം. Most frequent hematological manifestation of SLE anemia. പോൺസെറ്റ് സിൻഡ്രോം എന്താണെന്നറിയോ? സിസ്റ്റമിക് ട്യൂബർക്ലോസിസിലൊക്കെ കാണുന്ന പോളിആർത്രൈറ്റിസിനാണ് പോൺസെറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. പോൺസെറ്റ് സിൻഡ്രോം അസോസിയേറ്റ് ചെയ്യുന്നത് ട്യൂബർക്ലോസിസ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ പ്രോപ്പർ ക്ലാസ്സുകൾ കിട്ടും. അപ്പോഴാണ് എന്തായാലും ഡീറ്റെയിൽ ഡിസ്കഷൻ എന്തായാലും ആ സമയത്ത് നടക്കും. അപ്പം ജസ്റ്റ് ഒന്ന് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്ത് പോവാന്നാണ് ഉദ്ദേശിച്ചത്. ഓൾമോസ്റ്റ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾ ഇതേപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുക. കണ്ടില്ലേ, ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്ന് പറഞ്ഞതിനാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻലി അതിനുള്ള ബോക്സസും അതിന്റെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പൊ അതിലുള്ള പല ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻസ് ആവുന്നുണ്ട്. നമ്മള് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ അതില് പലതും നമുക്ക് ഓപ്ഷൻസ് മറ്റേത് വന്നുകൂടെയും ചിന്തിക്കാൻ പറ്റും. പക്ഷെ ബുക്കിൽ അവര് ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. സോ എന്തായാലും ഇപ്പൊ PM ആണ് വായിക്കുന്നതെങ്കിൽ മെയിലൊന്ന് ഡേവിഡ്സൺ ഒന്ന് പറിച്ചു നോക്കാം. ജസ്റ്റ് അതിലുള്ള ആക്ടിവിറ്റി പറഞ്ഞ പോലെ ബോക്സസ് ഒക്കെ ഒന്ന് നോക്കാം. ഫിസിയോളജി ആണെങ്കിൽ ഡേറ്റനൊക്കെ പറ്റുകയാണെങ്കിൽ നോക്കാം. അറ്റ്ലീസ്റ്റ് സെമ്പിളിക്കോ അല്ലെങ്കിൽ GK പാലോ LPR ഏതെങ്കിലും ഒരു ബുക്ക്. മെയിൻലി GK പാലാണ് കോമൺ ആയിട്ട് MBBS സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ബുക്ക് GK പാലാണ്. ഫിസിയോളജിയിൽ GK പാൽ യൂസ് ചെയ്യും. അതുപോലെ ഇതാണെങ്കിൽ ഇപ്പൊ ഡേവിഡ്സൺ എന്നാണ് മെയിൻലി കുറെ ക്വസ്റ്റ്യൻസ്. ഡേവിഡ്സൺ ബുക്കിൽ ബേസ് ചെയ്തിട്ടാണ് കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. ഡേവിഡ്സൺ ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ ഇന്ന് നമ്മളെ SPM ആണെങ്കിൽ പാർക്ക് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ആയിട്ട് നോക്കുന്ന ബുക്സുകൾ ജസ്റ്റ് ഒന്ന് വർഷം നോക്കുക. അത് ഈ പറയുന്ന പോലത്തെ എവിടെയെങ്കിലും ഇതേപോലെ മോസ്റ്റ് കോമൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻസോ ഇൻവെസ്റ്റിഗേഷൻസോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് പോവുക. പിന്നെ മാക്സിമം അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോവുക. ഒന്ന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കുറച്ച് വായിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ആ പോർഷനിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ പോയിന്റ്സ് അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വന്ന് വായിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പോർഷൻസ് ഒന്നും വിട്ടുപോലെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളായിട്ട് നോട്ട് ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പ്രിന്റ് നോട്ട്സ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോയി ചെയ്യാം. ലാസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്യുമ്പോൾ അതെടുക്കാം. അവനൊക്കെ ഓൾമോസ്റ്റ് 1 ഇയർ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകാൻ പറ്റും. അങ്ങനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ബിലോ 50 റാങ്കിനുള്ളിൽ വരുന്നുള്ള കാര്യം ഷുവറാണ്. ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം PM ഡിസ്കഷൻ ഇന്നത്തെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം നമ്മൾ വരില്ല. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് PSC എക്സാം. ഓക്കെ.